എനിക്ക് ഒരാവിവൻ തോണി നിൻ പദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ള നിന്നില സ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടമായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാനും. നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറൽ ഓതും മൊഴിയും ഓർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ്. ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരായണ ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക. ആഴമേറും നിൻ മഹസ്സ ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. എല്ലാവർക്കും നമസ്കാരം. ഒരു വട്ടം കൂടി എന്നോർമകൾ മീയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം. ഒരു വട്ടം കൂടി SNCS സാഹിത്യവേദി ഒരുക്കുന്ന മഹാകവി കുമാരനാശാന്റെയും ജ്ഞാനപീഠം ശ്രീ ONV കുറുപ്പിന്റെയും അനുസ്മരണ യോഗത്തിലേക്ക് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ SNCS കുടുംബാംഗങ്ങൾക്കും ഹൃദ്യമായ സ്വാഗതം. കാലം വൈകിപ്പോയി. കേവലം ആചാര നൂലുകളെല്ലാം പഴകിപ്പോയി. കെട്ടി നിർത്താൻ കഴിയാതെ ദുർബലപ്പെട്ട ചരടിൽ ജനത നിൽക്കുക. മാറ്റുവിൻ ചട്ടങ്ങളെ, സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളെ നിങ്ങളെ താൻ. ജാതീയവും മതപരവുമായ അശാസ്ത്രീയ ചിന്തകളെ സമൂഹത്തിൽ നിന്ന് പിഴുതെറിഞ്ഞ് ഏകീകൃത പൂർണ്ണ സാഹോദര്യം പുലർത്തുന്ന ഒരു സമൂഹത്തെ സംഘടിപ്പിക്കാനുള്ള കുമാരനാശാന്റെ ആഹ്വാനമായിരുന്നു. ഭാരതീയ നവോത്ഥാന മഹാകവിത്രയങ്ങളിൽ പ്രഥമഗണനീയനായ മഹാകവി കുമാരനാശാൻ സാമൂഹിക ഉച്ചനീചത്വങ്ങൾക്കെതിരെ തൂലിക പടവാളാക്കിയതോടെ ആശാന്റെ കൃതികൾ കേരളീയ സാമൂഹിക ജീവിതത്തിൽ വമ്പിച്ച പരിവർത്തനങ്ങൾ വരുത്താൻ സഹായകമായി.
ONV എന്ന ത്രയാക്ഷരത്തിൽ ആധുനിക കേരള ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ച് പ്രകൃതിയും മനുഷ്യനും ഭാഷയും വിപ്ലവവും പ്രണയവും വിരഹവും വേദനയുമൊക്കെ ആശയങ്ങളാക്കി മലയാളത്തിൻ്റെ വിശുദ്ധിയും സൗരഭ്യവും ഉയർത്തിപ്പിടിച്ച് ശ്രേഷ്ഠ മലയാളത്തെ ഭാവസാന്ദ്രമാക്കിയ കാവ്യസൂര്യൻ. ഒരു ദിവസം ഭൂമി എന്ന വാടക വീട് ഒഴിഞ്ഞു പോകുമ്പോൾ എൻ്റെ ഏറ്റവും ചൈതന്യവത്തായ ഒരംശം ഞാനിവിടെ ഉപേക്ഷിച്ചു പോകും. അതാണ് എൻ്റെ കവിത എന്ന് പറഞ്ഞ മലയാളത്തിൻ്റെ പ്രിയ കവി. അതെ, ആ കാവ്യസൂര്യൻ്റെ ചൈതന്യാംശമായ കവിത എന്നും പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും ഗാഥകളോതി ഏവരുടെയും ആത്മാവിൽ മുട്ടി വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. കാലാതീതങ്ങളായ സാഹിത്യ സൃഷ്ടികൾ നമുക്ക് സമ്മാനിച്ച് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയ ഈ മഹാപ്രതിഭാസങ്ങൾക്ക് പ്രണാമമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇന്ന് ഈ വേദി ധന്യമാക്കാൻ നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് മലയാളം മിഷൻ്റെ ബഹ്റിൻ ചാപ്റ്റർ സെക്രട്ടറിയും സർവോപരി ഒരു കലാകാരനും ഗായകനും പ്രാസംഗികനും കേരള സമാജത്തിൻ്റെ സജീവ പ്രവർത്തകനുമായ ശ്രീ ബിജു എം സതീഷിനെയാണ്. മുഖ്യ അതിഥിയെ ഈ വേദിയിലേക്ക് ആനയിക്കുവാൻ SNCS വൈസ് ചെയർമാൻ ശ്രീ പ്രകാശ് KP, ട്രഷറർ ശ്രീ കൃഷ്ണകുമാർ VK, സാഹിത്യവേദി അംഗം ശ്രീ രാജേഷൻ എന്നിവരോട് അഭ്യർത്ഥിക്കുന്നു. സ്വാഗത പ്രസംഗത്തിനായി സാഹിത്യവേദി അംഗവും മുൻ ഡയറക്ടർ ബോർഡ് അംഗവുമായ ശ്രീ രാജേഷനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥി ബഹ്റിൻ മലയാളം ചാപ്റ്റർ കോർഡിനേറ്റർ സെക്രട്ടറിയുമായ ശ്രീ ബിജു എം സതീഷ്, നമ്മുടെ വൈസ് ചെയർമാൻ പ്രകാശ് KP, എഡ്യൂക്കേഷണൽ കോർഡിനേറ്റർ ബിജു ചന്ദ്രൻ, ട്രഷറർ കൃഷ്ണകുമാർ, SNCS BOD മെമ്പർ, മുൻ ചെയർമാൻമാരായ ശ്രീ NO രാജൻ ആൻഡ് പവിത്രേട്ടൻ, ജനറൽ സെക്രട്ടറിമാരായ മുൻ സജീവേട്ടൻ, മുൻ BOD മെമ്പേഴ്സ്, ഏവർക്കും നമസ്കാരം. ഒരു വട്ടം കൂടി നമുക്കറിയാം, എല്ലാ വർഷവും സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ നമ്മുടെ കുമാരനാശാൻ്റെ അനുസ്മരണം ഇവിടെ നടത്താറുണ്ട്. ഇത്തവണ അതിനോടൊപ്പം നമ്മുടെ ONV കുറുപ്പിനെ സാറിനെ കൂടി അനുസ്മരിക്കുകയാണ്. നമുക്കറിയാം, ശ്രീ ONV കുറുപ്പ് അദ്ദേഹം നമ്മുടെ ഈ അങ്കണത്തിൽ വന്ന് ഏകദേശം 150ഓളം കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിച്ചിരുന്ന ഒരു മഹത് വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നമുക്ക് അന്യനല്ല. കേരള സമൂഹത്തിൽ തന്നെ വിപ്ലവ സൂര്യരായ 2 പേർ, കുമാരനാശാനും ശ്രീ ONV കുറുപ്പും, അവർ 2 പേരുടെയും അനുസ്മരണ യോഗം ഇവിടെ നടത്തുമ്പോൾ SNCSന് ശ്രീനാരായണ ഗുരു പ്രസ്ഥാനങ്ങളിൽ ഒരിക്കലും മാറ്റി നിർത്തപ്പെടേണ്ടതായ വ്യക്തികളല്ല. അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇന്നിവിടെ സ്റ്റേജിൽ നിൽക്കുന്നത്. ഞാൻ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇന്ന് സ്റ്റേജിൽ വന്ന് നിൽക്കുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു 2-3-4 വർഷത്തിന് ശേഷമാണ് ഇന്ന് സ്റ്റേജിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ടാവും എനിക്ക് ഇവിടെ നോക്കുമ്പോൾ. അതിൻ്റെതായ ഒരു വൈബ്രേഷൻ ഉണ്ട്, നിങ്ങളത് മനസ്സിലാവും തോന്നുന്നു എനിക്ക്, അല്ലേ? ഓക്കെ. ഇന്ന് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമുക്ക് മുഖ്യാതിഥിയായി ലഭിച്ചിരിക്കുന്ന
ബഹ്റിൻ മലയാളം ചാപ്റ്റർ കോർഡിനേറ്റർ സെക്രട്ടറി ബിജു എം സതീഷിനെ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ എൻ്റെ പേരിലും ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വേദിയിലുള്ള ശ്രീ ബിജു ചന്ദ്രൻ, കെ പി പ്രകാശ്, ശ്രീ കൃഷ്ണകുമാർ എന്നിവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കവിത ആലപിക്കുന്ന ആളുകളുണ്ട്, അവരുടെ പേരൊന്ന് വായിക്കാം. രജി രാജേഷ്, മിസ്റ്റർ ശിവരാജൻ, കുമാരി ജ്വാല, എം ടി വിനോദ് കുമാർ, വിനോദ് കുമാർ, കുമാരനാശൻ അനുസ്മരണമാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല, എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കുമാരി അക്ഷര രാജേഷ്, മിസ്റ്റർ സുജിത്, മിസ്റ്റർ സദ്യ ബിലോജ്, സുരേഷ് മാഷ് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്വകാര്യ അഹങ്കാരമായ സുരേഷ് മാഷിനെ കൂടി കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല എനിക്ക്. ഇവർ ഓരോരുത്തരെയും സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ രാജേഷ്. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി SNCS എഡ്യൂക്കേഷൻ കോർഡിനേറ്റർ ശ്രീ ബിജു ചന്ദ്രനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. SNCSൻ്റെ ആദരണീയനായ വൈസ് ചെയർമാൻ ശ്രീ പ്രകാശ് KP, നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥിയും മലയാളം മിഷൻ ബഹ്റിൻ ചാപ്റ്ററിൻ്റെ സെക്രട്ടറിയുമായ ശ്രീ ബിജു എം സതീഷ്, SNCSൻ്റെ ട്രഷറർ ശ്രീ കൃഷ്ണകുമാർ VK, സ്വാഗതം പ്രാസംഗികൻ ശ്രീ രാജേഷൻ, സാഹിത്യവേദിയുടെ കൺവീനർ ശ്രീ ജയചന്ദ്രൻ, മറ്റു BOD അംഗങ്ങളെ, മുൻ BOD അംഗങ്ങളെ, സ്നേഹം നിറഞ്ഞ SNCS കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നിവിടെ നടക്കുന്ന കുമാരനാശാൻ ONV അനുസ്മരണ ചടങ്ങായ ഒരു വട്ടം കൂടിയെന്ന ഈ പരിപാടി സംഘടിപ്പിച്ച SNCSൻ്റെ സാഹിത്യവേദിയുടെ കൺവീനർ ശ്രീ ജയചന്ദ്രനും സാഹിത്യവേദിയുടെ എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥിയും മലയാളം മിഷൻ ബഹ്റിൻ ചാപ്റ്ററിൻ്റെ സെക്രട്ടറിയുമായ ശ്രീ ബിജു എം സതീഷ്, അദ്ദേഹത്തെക്കുറിച്ച് രണ്ട് വാക്കുകൾ പരാമർശിക്കാതിരിക്കാൻ പറ്റത്തില്ല. മലയാളം പാഠശാലയുമായി ബന്ധപ്പെട്ട് ഏതൊരാവശ്യത്തിനും നമ്മൾ അദ്ദേഹത്തെ സമീപിച്ചാലും അതിലെല്ലാം നമുക്ക് ഉടൻ തന്നെ നടത്തി തരികയും എല്ലാത്തിനും നല്ല പോസിറ്റീവായ ഒരു മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതുകൂടാതെ ഇന്നത്തെ ഈ ചടങ്ങിൽ വിശിഷ്ട അതിഥിയായിട്ട് അദ്ദേഹത്തെ നമ്മൾ ക്ഷണിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് അന്നേരം തന്നെ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പരിപാടിയിൽ അതിഥിയായി എത്താം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള ജീവിത പ്രയാണത്തിൽ ഗുരുദേവൻ്റെ എല്ലാവിധ കടാക്ഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ആശാൻ ONV ഇവരെക്കുറിച്ച് വിശദമായ ഒരു പ്രതിഭാഗത്തിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവരുടെ അനുസ്മരണം ഒരു പ്രത്യേക പരിപാടിയെ തന്നെ നമ്മുടെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ വിനോദേട്ടനും അറിവിൻ്റെ കലവറയായ ശ്രീ സുരേഷ് മാഷും ശ്രീ സജിത്ത്, ശ്രീമതി രാജി രാജേഷ് എന്നിവർ ഇവിടെ അവതരിപ്പിക്കുന്നതാണ്. അവർക്കെല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. അതോടൊപ്പം ഇന്നിവിടെ കവിതകൾ ആലപിക്കുന്ന എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. എന്നിരുന്നാലും ഈ രണ്ട് മഹത് വ്യക്തിത്വങ്ങളെക്കുറിച്ച് രണ്ട് വാക്കുകൾ സംസാരിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് രണ്ട് വാക്കുകൾ ഈ രണ്ട് വ്യക്തിത്വങ്ങളെക്കുറിച്ച് ഞാനിവിടെ പരാമർശിക്കുകയാണ്. കുമാരനാശാൻ തൻ്റെ കവിതകളിലൂടെ കേരള സമൂഹത്തെ ഉണർത്തിയ മഹാനായ സാംസ്കാരിക നേതാവായിരുന്നു. വീണപൂവ്, ചിന്താവിഷ്ടയായ സീത, ദുരവസ്ഥ, കരുണ തുടങ്ങിയ കൃതികളിലൂടെ അദ്ദേഹം സാമൂഹ്യ നീതിയും ആത്മീയ ഉണർവുമാണ് പ്രതിപാദിച്ചത്. ജാതി എന്തേ ഛാതി എന്തേ എന്ന അദ്ദേഹത്തിൻ്റെ പ്രമാണവാക്യം ഇന്നും സമകാലികമാണ്. അദ്ദേഹത്തിൻ്റെ കാവ്യങ്ങൾ ആധുനിക ചിന്തയെ പകർത്തിയവയായിരുന്നു. ആധുനിക മലയാള കവിതയുടെ പിതാവെന്ന ബഹുമതി അദ്ദേഹത്തിന് തക്കതായവയാണ്.
അധ്യാപകനും സാമൂഹിക പ്രവർത്തകനുമായിരുന്ന അദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളെയും പ്രബോധനങ്ങളെയും തൻ്റെ രചനയിലൂടെ പ്രതിഫലിപ്പിച്ചു. ONV മലയാളത്തിൻ്റെ അമരനായ കവി. ONV കുറുപ്പ് കവി മാത്രമല്ല, മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു സാമൂഹ്യ ചിന്തകനുമായിരുന്നു. സുന്ദരമായ ചിന്തകളും പ്രഗത്ഭമായ വരികളുമാണ് അദ്ദേഹത്തിൻ്റെ ജീവിത സാരാംശം. മഞ്ഞിൻ്റെ കൊട്ടാരങ്ങൾ മുതൽ ഭൂമിക്കൊരുക്കം വരെയുള്ള അദ്ദേഹത്തിൻ്റെ കാവ്യങ്ങൾ മലയാള മനസ്സിനെ ആഴത്തിൽ ആകൃഷ്ടമാക്കി. എസൻസിൻ്റെ മണ്ണിൽ കാലുകുത്തിയ മഹത് വ്യക്തികളിൽ ഒരാളാണ് ONV. ആ വർഷം തന്നെ അദ്ദേഹത്തിന് ജ്ഞാനപീഠ അവാർഡും ലഭിച്ചിരുന്നു. ഈ രണ്ട് വ്യക്തിത്വങ്ങൾ ഇനി ഇല്ലെങ്കിലും അവരുടെ വരികൾ കാലാതീതമാണ്. കാവ്യത്തിലൂടെ മാത്രമല്ല, അവരുടെ ആശയങ്ങൾക്കുമേലുള്ള പ്രണയത്തിലും ഈ ലോകം അവരെ ഓർമ്മിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. നമുക്ക് ആ വലിയ മനസ്സുകളുടെ എഴുത്തും സ്വപ്നങ്ങളും സംരക്ഷിച്ച് മുന്നോട്ട് പോകാം എന്ന പ്രത്യാശയോടെ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ ബിജു ചന്ദ്രൻ. അടുത്തതായി അനുസ്മരണ പ്രഭാഷണത്തിനായി മുഖ്യ അതിഥി ശ്രീ ബിജു M. സതീഷിനെ ക്ഷണിക്കുന്നു. വേദിയിലുള്ള അധ്യക്ഷൻ, SNCSൻ്റെ സംഘാടക സമിതി അംഗങ്ങളെ, സാഹിത്യവേദിയുടെ പ്രവർത്തകരെ, പ്രിയ SNCS കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, ഒരു അതിഥി എന്ന വിശേഷണത്തിന് എത്രത്തോളം പ്രസക്തിയുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം വല്ലപ്പോഴുമാണ് വരവെങ്കിലും ഞാൻ ഈ വീട്ടുകാരൻ തന്നെയാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള ഒരു എഴുത്തായിട്ട് എന്നെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു സന്തോഷം കൂടി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം മലയാളത്തിലെ എൻ്റെ കാവ്യ സംസ്കാരത്തെ സമ്പന്നമാക്കിയ, മലയാളത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്ന രണ്ട് കവികളെ അനുസ്മരിക്കുന്ന ഒരു നിമിഷമാണ്. കാവ്യഭാവുകത്വത്തിൻ്റെ ഉറവറ്റാത്ത പ്രവാഹം കൊണ്ട് കാൽപ്പനിക സൗന്ദര്യത്തിൻ്റെ മഹാസാഗരമായി മാറിയ കുമാരനാശാനും സാഗരങ്ങളെ പാടി ഉണർത്തിയ പ്രിയ കവി ONV കുറുപ്പും. കഴിഞ്ഞ ജനുവരി 16 കുമാരനാശാൻ ലോകത്തോട് വിട പറഞ്ഞിട്ട് ഏതാണ്ട് 101 വർഷങ്ങളും ഇന്നലെ ഫെബ്രുവരി 13 ONV യാത്രയായിട്ട് 9 വർഷങ്ങളും പൂർത്തിയായിരിക്കുന്നു. തീർച്ചയായും താൻ ജീവിച്ച ആ കാലത്തും പിന്നീട് വന്നിട്ടുള്ള എല്ലാ കാലത്തും മലയാള കാവ്യ ശാഖയ്ക്ക് ഒരു ദിശാബോധം നൽകിക്കൊണ്ട് വലിയ സംഭാവന ചെയ്ത കവിയാണ് കുമാരനാശാൻ എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. ONVയുടെ സ്ഥാനവും മറിച്ചല്ല. കാരണം മലയാള സാഹിത്യ തറവാടിൻ്റെ മുറ്റത്ത് വിപ്ലവത്തിൻ്റെ കവിയായി ആശ നിൽക്കുമ്പോൾ കാവ്യഗന്ധർവനായി നിൽക്കുകയാണ് ONV. ഒരുപക്ഷെ അദ്ദേഹം നിന്ന് നിങ്ങളോട് സംസാരിച്ചിട്ടുള്ള ഒരിടത്ത് ഞാൻ നിൽക്കുമ്പോൾ ആ ഒരു സന്തോഷം കൂടി ഈ അവസരത്തിലുണ്ട്. നമുക്കറിയാം ONV രണ്ടുപേരെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നം നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാകും. കാരണം രണ്ട് കവികളെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. ഒരാൾ കാൽപ്പനികതയുടെ വെളിച്ചം പരത്തിയ ആളെന്ന നിലയിലും മറ്റേയാൾ അതിൽ നിന്ന് വ്യത്യസ്തമായി നവകാൽപ്പനികതയുടെ പാതയിലൂടെ സഞ്ചരിച്ചുള്ള ആളെന്ന നിലയിലുമാണ് സാഹിത്യത്തിലുള്ള പ്രസക്തി. നമുക്കറിയാം ഈ ONVയുടെയൊക്കെ തുടക്കകാലത്ത് ONV, വയലാർ, വി. ഭാസ്കരൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ നേരിട്ട ഏറ്റവും വലിയ
ആരോപണം, വിമർശന ശരമെന്ന് പറയുന്നത് അവർ ചങ്ങമ്പുഴയുടെ സാഹിത്യശാഖയെ പിൻപറ്റിക്കൊണ്ട് അവരുടെ മാറ്റുലി കവികളായി കവിത, അതിലേറ്റവും കൂടുതൽ ആരോപണത്തിന് വിധേയനായിട്ടുള്ള വയലാറാണെന്ന് നമുക്കറിയാം. എന്നാൽ ആ കാലഘട്ടത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളെന്ന നിലയിൽ ONVയും ആ ആരോപണം നേരിട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ കുറച്ചൊക്കെ വാസ്തവം ഉണ്ടെന്ന് നമുക്ക് പറയാതിരിക്കാനും സാധ്യമല്ല. കാരണം മലയാള സാഹിത്യ ലോകത്ത് അത്രമേൽ കാൽപ്പനികതയുടെ പ്രകാശം പരത്തിക്കൊണ്ട്, വെളിച്ചം പരത്തിക്കൊണ്ട് ചങ്ങമ്പുഴ നിറഞ്ഞു നിന്നിരുന്നൊരു കാലത്താണ് ഇവരുടെയൊക്കെ രംഗപ്രവേശം എന്ന് പറയുന്നത്. സ്വാഭാവികമായും ആ വെളിച്ചത്തിൽ മുങ്ങി നനയാതെ ഒരു കവിക്കും മുന്നോട്ട് പോകാൻ സാധ്യമായിരുന്നില്ല. അതായിരുന്നു വാസ്തവം. അതിനെ കണ്ടുകൊണ്ടല്ലാതെ ഈ വിമർശനങ്ങളെ നേരിടാൻ നമുക്കാകുകയില്ല. കാരണം അത്രമേൽ ചങ്ങമ്പുഴയുടെ സ്വാധീനം മലയാള കവിതയിൽ നിറഞ്ഞു നിന്നിരുന്നൊരു കാലം. പക്ഷേ എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന അന്വേഷണത്തിനൊടുവിൽ നമ്മൾ ചെന്നെത്തുന്നൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ ചങ്ങമ്പുഴയുടെയും വൈലോപ്പള്ളിയുടെയും ജി ശങ്കരക്കുറുപ്പിൻ്റെയും ONVയുടെയും വയലാറിൻ്റെയും P ഭാസ്കരൻ്റെയും തിരുനെല്ലൂരിൻ്റെയും ഒക്കെ കവിതകളിൽ നിറഞ്ഞിരുന്ന കാൽപ്പനിക ഭാവസൗന്ദര്യത്തിൻ്റെ വേരുകൾ ചെന്നെത്തുന്നത് കുമാരനാശാനിലാണ് എന്നുള്ളതാണ്. കാരണം 1907 പ്രസിദ്ധീകരിക്കപ്പെട്ട വീണപൂവ്, അത് പിന്നീട് ഭാഷാഭൂഷണിയിലും അടുത്ത വർഷം പുനഃപ്രസിദ്ധീകരിക്കുകയും ചെയ്ത വീണപൂവ് സൃഷ്ടിച്ചിട്ടുള്ള ഒരു വിപ്ലവം എന്ന് പറയുന്നത് അത്തരത്തിലുള്ളതാണ്. കാരണം ആ കാലമെന്ന് പറയുന്നത് കാവ്യലോകത്താകെ നവോത്ഥാനത്തിൻ്റെ ഒരു കാറ്റ് വീശുന്ന കാലമാണ്. അത് ലോകത്തെമ്പാടും ആ പടിഞ്ഞാറ് നിന്നുള്ള കാറ്റിൻ്റെ ഒരു സ്വാധീനമുണ്ട്. ഇന്ത്യക്കും അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതിലേറ്റവും കൂടുതൽ നവോത്ഥാനത്തിൻ്റെ അലയലുകൾ ഉണ്ടായിട്ടുള്ളത് ബംഗാളിലാണ് എന്ന് നമുക്ക് അറിയാം. പക്ഷേ കേരളത്തിൽ ആ സമയത്തുള്ളൊരു കാലം ഒരു വ്യക്തമായൊരു ദിശാബോധമില്ലാതെ എങ്ങോട്ട് സഞ്ചരിക്കണമെന്നറിയാതെ നിൽക്കുന്ന ആ സമയത്താണ് ഈ കാലത്തിന് മുന്നിലേക്ക് ആശാൻ വീണപൂവ് കൊണ്ടുവയ്ക്കുന്നത്. തീർച്ചയായും അതൊരു വഴിവിളക്കായി തീരുന്നു എന്നുള്ളതാണ്. പിന്നീട് ഈ ആശാൻ്റെ കവിതകളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ നിരീക്ഷണങ്ങളും അനുഭവക്കുറിപ്പുകളും പുസ്തകങ്ങളും ഉണ്ടായിട്ടുള്ളത് ആശാനെക്കുറിച്ചാണെന്ന് നമുക്കറിയാം. അതിൽ തന്നെ വീണപൂവിനെക്കുറിച്ച് നിരവധി പുസ്തകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. K. ജയകുമാർ സാറിൻ്റെ അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പുസ്തകങ്ങളിൽ ഒരു നിരൂപണമല്ല, ഒരു ആസ്വാദന കുറിപ്പെന്ന രീതിയിൽ നമുക്ക് വായിച്ചു പോകാൻ പറ്റുന്നത്. പക്ഷേ വീണപൂവിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കപ്പെടേണ്ട ഒരു പുസ്തകങ്ങളൊന്നാണ് ഡോക്ടർ K. ജയകുമാർ സാറിൻ്റെ വീണപൂവ് വിത്തും വൃക്ഷവും എന്ന് പറയുന്ന ഒരു കുറിപ്പ്. ഇത് വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. കാരണം ആശാൻ്റെ വീണപൂവ് ഒരു വൃക്ഷമാണെങ്കിൽ അദ്ദേഹം അതിന് ശേഷിയിട്ടുള്ള എല്ലാ കൃതികളും അതിൻ്റെ വിത്താണെന്ന് ഉള്ള നിരീക്ഷണമാണ് ജയകുമാർ സാറ് ഈ കൃതിയിലൂടെ നടത്തിയിട്ടുള്ളത്. എത്ര വാസ്തവമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ് എന്നുള്ളതാണ്. കാരണം ആശാൻ്റെ കൃതികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇത് എത്രത്തോളം വാസ്തവമാണെന്ന് നമുക്ക് മനസ്സിലാകും. കാരണം ആശാൻ വീണപൂവിന് ശേഷം എഴുതിയിട്ടുള്ള എല്ലാ കൃതികളിലൂടെയും ഒരു കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്നത് വീണപൂവാണ്. അത് ചിന്താവിഷ്ടയായ സീത എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. കാരണം വീണുപോയ ഒരു പൂവ് തന്നെയാണ് സീത എന്ന് പറയുന്നത്. വാസുദേവത്തെ കരുണ എടുത്തു കഴിഞ്ഞാലും നമുക്കിത് ബോധ്യപ്പെടും. കാരണം വീണുപോയ രാജ്ഞിയെപ്പോലെ കഴിയുകയും എന്നാൽ വീണുപോവുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഇതിൻ്റെയൊക്കെ കേന്ദ്രബിന്ദുവായിട്ട് ആശാൻ നേരത്തെ തന്നെ വീണപൂവിനെ ഒരുക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നിരീക്ഷണത്തിലേക്ക് അദ്ദേഹം എത്തുന്നത്. ഇപ്പോൾ സ്വാഭാവികമായും ആശാൻ്റെ കൃതികളെ 3 തലങ്ങളിൽ നിന്നുകൊണ്ടാണ് നിരൂപണ സമൂഹം എക്കാലത്തും വിലയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 1908 മുൻപുള്ള, അതായത് വീണപൂവിന് മുൻപുള്ള ഈ സ്തോത്ര കൃതികളടക്കമുള്ള ഒരു കൃതികളുടെ ഒരു ഭക്തി കാലഘട്ടത്തിൽ എന്ന് അതിനെ വിശേഷിപ്പിക്കുന്നു. പിന്നീട് വന്നിട്ടുള്ള വീണപൂവിൻ്റേതായിട്ടുള്ള ലൗകികവും ആത്മീയവുമായിട്ടുള്ള ഒരു തലം അതിനുണ്ടാകുന്നു. പിന്നീട് അങ്ങോട്ട് 1920 ശേഷം സംഭവിക്കുന്നത് ആ നവോത്ഥാനത്തിൻ്റെ ഒരു സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ ഒക്കെ തലത്തിൽ നിന്നുകൊണ്ടുള്ള വിപ്ലവകരമായ എഴുത്താണ്. ദുരവസ്ഥയും ചണ്ടാലഭിഷിയുമൊക്കെ രചിക്കപ്പെടുന്നത് ഈ കാലത്താണ്. അതുകൊണ്ട് തന്നെ ആശാൻ 1920 ശേഷം എഴുതുന്നത് അതുവരെയുള്ള ജാതി വ്യവസ്ഥയ്ക്കെതിരെയുള്ള അസ്വാതന്ത്ര്യത്തിനെതിരെയുള്ള എല്ലാ ചിന്തകളെയും പ്രതിഷേധങ്ങളെയും ഒക്കെ ഈ തൻ്റെ കൃതികളിലൂടെ കേരളത്തിലെ നവോത്ഥാന കാലത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് നടുകയാണ് ചെയ്യുന്നത്.
ഇത് തന്നെയാണ് ആശാൻ്റെ പ്രസക്തി. ഇതിനൊക്കെ ആശാനെ പ്രാപ്തനാക്കിയിട്ടുള്ളത് ശ്രീനാരായണ ഗുരുദേവനോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഞ്ചാരവും. അതിനു മുമ്പ് 1900 എനിക്ക് തോന്നുന്നു, കൃത്യമാണോ ആണെന്ന് വിചാരിക്കുന്നു, 1898 മുതൽ 1890 വരെയുള്ള ബംഗാൾ വാസമാണ്. ഈ നവോത്ഥാനത്തിൻ്റെ എല്ലാ തലോടലും ഏറ്റുവാങ്ങിക്കൊണ്ട് ബംഗാൾ സാഹിത്യം വികസിച്ച് നിന്നിരുന്നൊരു കാലത്ത് ടാഗോറിൻ്റെ കവിതകളിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനം, അപ്പോൾ ബംഗാളിൽ വെച്ച് ഇംഗ്ലീഷ് ഭാഷ പഠിക്കുവാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുവാനും കൃതികൾ വായിക്കുവാനും മാത്രമല്ല സ്വാമി വിവേകാനന്ദൻ്റെ നവോത്ഥാന ആശയങ്ങൾ സ്വാംശീകരിക്കുവാനും അതിനെ പിൻപറ്റുവാനും പിന്നീട് വന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും വലിയ അനുയായിയായി ചിന്നസ്വാമിയായി മാറുവാനും കഴിഞ്ഞതിലൂടെയുള്ള ഒരു ധാരയാണ്. മാത്രം ഈ ഒരു പ്രത്യേക കവി എന്ന നിലയിൽ മാത്രമായിട്ട് ഒതുക്കി കൂട്ടേണ്ട ഒരു വ്യക്തിത്വം അല്ല. പലപ്പോഴും നമ്മൾ കവി എന്ന നിലയിൽ മാത്രമാണ് ആശാനെ കാണുന്നത് എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം സാമൂഹ്യ പ്രവർത്തകനും ഒന്നതിനൊപ്പം തന്നെ സംഘാടകനായിരുന്നു എന്ന് മാത്രമല്ല ഒരു പത്രാധിപർ എന്ന നിലയിൽ കൂടി ലോകം വിലയിരുത്തേണ്ട ആളാണ്. കാരണം 13 വർഷക്കാലം വിവേകോദയത്തിൻ്റെ പത്രാധിപരായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഈ വിവേകോദയം എന്ന് പറയുന്നത് സാഹിത്യ കൃതികൾ ചർച്ചയ്ക്ക് വെച്ചിട്ടുള്ള ഒരു മാസികയല്ല, മറിച്ച് അത് സാമൂഹ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തിട്ടുള്ള ഒരു മാസികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിലെഴുതിയിട്ടുള്ള മുഖപ്രസംഗങ്ങൾ പിന്നീട് SNDP യോഗത്തിൻ്റെ മുഖപത്രമായി ഇതിനെ പ്രചാരം നേടുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളത് ആശാൻ എഴുതിയിട്ടുള്ള മുഖപ്രസംഗങ്ങൾ തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ SNDP യോഗ സെക്രട്ടറി എന്ന നിലയിൽ 16 വർഷക്കാലം അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഈ വിവേകോദയം മാസികയിൽ എഴുതിയിട്ടുള്ള മുഖപ്രസംഗങ്ങൾ എത്രത്തോളം കേരളീയ സമൂഹം ചർച്ച ചെയ്തിട്ടുണ്ടെന്നുള്ളത്, സമുദായം തന്നെ ചർച്ച ചെയ്തിട്ടുള്ളത് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. കാരണം അത് പലപ്പോഴും നമ്മൾ കവി എന്ന നിലയിൽ മാത്രം അദ്ദേഹത്തെ തളച്ചിടുകയും മറ്റുള്ള കാര്യത്തിലേക്ക് കൂടുതൽ ചിന്തയെ കടക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നൊരു കുഴപ്പമാണിത്. ONVയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളിലും ഈ പറയുന്ന മനുഷ്യ സ്നേഹവും പ്രകൃതി സ്നേഹവും നിറഞ്ഞ് നിൽക്കുന്നതായി കാണും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കാൽപ്പനികതയുടെ കാൽപ്പനിക, അതായത് ചങ്ങമ്പുഴയെ പിൻപറ്റി എന്നുള്ള ആരോപണത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് പുറത്തു കിടക്കാൻ കഴിഞ്ഞ കവിയാണ് ONV. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള കവിതകളിൽ വിപ്ലവവും സമരവും സ്വാതന്ത്ര്യമൊക്കെ വിഷയമായിട്ട് വരുന്നത്. മനുഷ്യൻ്റെ ആത്യന്തികമായി മനുഷ്യൻ്റെ മുന്നേറ്റം സ്വപ്നം കണ്ട കവിയാണ് ONV എന്ന് പറയുന്നത്. മാത്രമല്ല കവിയായിരിക്കുമ്പോൾ തന്നെ മികച്ച കാവ്യ രചന നടത്തുമ്പോൾ തന്നെ ചലച്ചിത്രഗാന രചയിതാവെന്ന നിലയിൽ കൂടി പ്രശസ്തനാകാൻ കഴിഞ്ഞ, തിളങ്ങാൻ കഴിഞ്ഞ വ്യക്തിയാണ്, കവിയാണ് ONV കുറുപ്പ്. അപ്പുറത്ത് വയലാർ രാമോറും നിൽപ്പുണ്ട്. പക്ഷേ വയലാറിനെ കുറിച്ച് പലപ്പോഴും നിരൂപണ സമൂഹം നടത്തുന്നൊരു ആക്ഷേപം എന്താണ്, ചലച്ചിത്രത്തിന് നേട്ടമായി എപ്പോൾ കാവ്യലോകത്തിന് നഷ്ടമായ കവിയാണ് വയലാർ എന്നുള്ളതാണ് വയലാർ. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കാവ്യലോകത്തിനും അദ്ദേഹത്തിൻ്റെ മികച്ച കൃതികൾ, ഒരുപക്ഷേ ജ്ഞാനപീഠത്തിലൊക്കെ നയിക്കുന്ന തരത്തിലുള്ള രചനകൾ ഉണ്ടായിട്ടുള്ളത് ചലച്ചിത്ര ലോകത്ത് കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ONV പ്രവർത്തിക്കുന്ന സമയത്താണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ 2 കവികളെ, ഇവിടെ വലിയ അനുസ്മരണങ്ങൾ ഇനി വരാനിരിക്കുന്നതുകൊണ്ട് വിശദമായൊരു അനുസ്മരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം ഈ 2 കവികളെ താരതമ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അനുസ്മരിക്കുമ്പോൾ ചില ഇവരെ തമ്മിൽ ഒരുപോലെ എന്ന് തോന്നുന്ന ചില ബന്ധങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയും. അത് ജനാധിപത്യ സമ്പ്രദായത്തിലെ ഏറ്റവും വലിയ ഘടകമായിട്ട് നമ്മൾ കാണുന്നതാണല്ലോ തെരഞ്ഞെടുപ്പ്. ഇവർ 2 പേരും തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയ ആളുകളാണ്. കൊല്ലത്ത് നിന്ന്, അതായത് കവി എന്ന നിലയിലുള്ള പരിമളം കേരളമാകെ പരത്തി നിൽക്കുമ്പോഴും കൊല്ലത്ത് നിന്ന് ആശാൻ തോറ്റുപോകുന്നു, തിരുവനന്തപുരത്ത് നിന്ന് ONVയും തോറ്റുപോകുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്ന് ആശാനെ തോൽപ്പിച്ച അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ONVയെ തോൽപ്പിച്ചത് A. ചാൾസാണ്. പക്ഷേ ഇവരെ എത്ര പേർ ഓർത്തു വയ്ക്കുന്നു എന്നുള്ളതാണ്. അവർ ചിത്രത്തിൽ പോലും ഇന്നില്ല. പക്ഷേ നമ്മൾ ഇന്നും ONVയെക്കുറിച്ചും ആശാനെക്കുറിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രസക്തി. പിന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ കൃത്യമായൊരു ദിശാബോധം, അതുവരെയുള്ള കാലഘട്ടത്തിൽ നിന്ന് കൃത്യമായൊരു ദിശാബോധം നൽകുന്ന ഏതൊരു
എപ്പോഴും ഏതൊരു വ്യക്തിയുടെയും മുന്നിൽ മറ്റൊരു വ്യക്തി ഉണ്ടായിരിക്കും. ആശാനെ സംബന്ധിച്ചിടത്തോളം അത് ശ്രീനാരായണ ഗുരുവാണ് എന്ന് നമുക്കറിയാം. ശ്രീനാരായണ ഗുരുവിനെ കണ്ടെത്തിയതും നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിൻ്റെ ശിഷ്യസം സ്വീകരിക്കുന്നതും അദ്ദേഹത്തിന് അനുയായി മാറുന്നതുമാണ് ആശാൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവെങ്കിൽ ONV തന്നെ പറഞ്ഞിട്ടുണ്ട്, ദേവരാജൻ മാസ്റ്ററെ കണ്ടുമുട്ടിയതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവെന്ന്. കാരണം നമുക്കറിയാം ദേവരാജൻ മാസ്റ്റർ പുന്നരിവാൾ അമ്പിളിയിൽ എന്നുള്ള ഗാനം, അമ്പിളി അമ്മാവ് എന്ന് തുടങ്ങുന്ന ഗാനം, പക്ഷേ ഇവരുടെ വലിയ പിണക്കങ്ങൾ കൂടി ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം. കാരണം ഏതാണ്ട് സുരേഷ് മാഷ് ഇവിടെ ഇരിക്കുന്നു. കാരണം 13 വർഷക്കാലമാണ് ONVയും ദേവരാജൻ മാസ്റ്ററും കൂടി പിണക്കത്തിലായിരുന്നത്. അത്ര കണ്ട് അടുപ്പമുണ്ടായിരുന്ന രണ്ടുപേർ പിണങ്ങം പിരിഞ്ഞു പോകുന്നു, ഒരിക്കലും സംസാരിക്കുന്നില്ല, കാണുന്നില്ല. കാരണം അത് മലയാളത്തിലുണ്ടായ വലിയ നഷ്ടമാണ്. 13 വർഷം കൊണ്ട് അവർ തമ്മിൽ ഉണ്ടാക്കേണ്ടിയിരുന്ന മികച്ച ഗാനങ്ങളാണ് മലയാളത്തിന് നഷ്ടമായത്. പക്ഷേ ഒരു പിണക്കവും ശാശ്വതമല്ല. പിണക്കങ്ങൾക്ക് മേൽ ഒരു വലിയ മഴയായി, കുളിർ മഴയായി, എപ്പോഴും ഒരു സ്നേഹത്തിൻ്റെ തലോടലായി എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന് പറയുന്നത് പോലെ അവർ വീണ്ടും കൂട്ടിമുട്ടിയപ്പോൾ അവരുടെ തന്നെ കൂട്ടുകെട്ടിലുണ്ടായ ഏറ്റവും മികച്ച ഗാനമാണ് മലയാളത്തിന് കിട്ടിയതെന്നുള്ളതാണ് വാസ്തവം. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ. 13 വർഷത്തെ പിണക്കത്തിന് ശേഷം ദേവരാജൻ മാസ്റ്ററും ONVയും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ പിറന്ന ഗാനമാണ്. മലയാളി ഒരിക്കലും മറക്കാനിടയില്ലാത്ത, കാലങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഇന്നും നിൽക്കാനിടയുള്ള ഈ ഗാനമാണ്. അപ്പോൾ അതിനെക്കൂടി ഓർത്തുകൊണ്ട് ഒരുപാട് പേര് ഇനിയും സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് ഇതാണ് പാട്ടിൻ്റെയോ പാട്ടുകാരൊക്കെ ഒരുപാട് ഈ പാട്ട് മലയാളിക്ക് അത്രമേൽ ഇഷ്ടമുള്ള പാട്ടായതുകൊണ്ടും മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്ന പാട്ടായതുകൊണ്ടും തെറ്റ് പെട്ടെന്ന് കണ്ടുപിടിക്കാനിടയുള്ള പാട്ടാണ്. കാരണം ഇത് എറണാകുളത്തെ ഭാരത് ടൂറിസ്റ്റ് ഹോമിലിരുന്ന് ഇവർ തമ്മിൽ പിണക്കമൊക്കെ തീർത്തിട്ട് ഭാരത് ടൂറിസ്റ്റ് ഹോമിലിരുന്നിട്ട് എത്ര ശ്രമിച്ചിട്ടും ONVക്ക് ഈ പാട്ട് എഴുതാൻ സാധിക്കുന്നില്ല. രാത്രിയാണെങ്കിൽ ഭയങ്കരമായ മഴയും, മഴ കഴിഞ്ഞിട്ടും നേരം വെളുക്കാറായിട്ടും എഴുതാൻ തീരാൻ പറ്റുന്നില്ല. പക്ഷേ ഒടുവിലാണ് അദ്ദേഹം വെളുപ്പാങ്കാലത്താണ് ഈ ഗാനം എഴുതി തീർക്കുന്നത്. ആ ഗാനം രാത്രി മഴ പെയ്തു തോർന്ന നേരം, രാത്രി മഴ പെയ്തു തോർന്ന നേരം, കുളിർ കാറ്റിലിലച്ചാർത്തുലഞ്ഞ നേരം, ഇറ്റിറ്റു വീഴും നീർത്തുള്ളിതൻ സംഗീതം ഹൃത്തന്ത്രികളിൽ പടർന്ന നേരം, കാതരയായൊരു പക്ഷിയൻ ജാലക വാതിലിൻ ചാരേ ചിലച്ച നേരം, വാതിലിൻ ചാരേ ചിലച്ച നേരം, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഒരുപാട് പേര് ഇനിയും അനുസ്മരണം നടത്താനുള്ളത് കൊണ്ട് ഇന്ന് ഇങ്ങനൊരു അവസരം തന്നതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്നുള്ള ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ വിശാലമായ ഒരു അനുസ്മരണ പ്രസംഗത്തിലൂടെ ആശാൻ്റെയും ONVയുടെയും കാവ്യലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയ ശ്രീ ബിജു M സതീഷിന് നന്ദി. അടുത്തതായി 2 വാക്ക് സംസാരിക്കുന്നതിനായി SNCS വൈസ് ചെയർമാൻ ശ്രീ പ്രകാശ് KP ക്ഷണിക്കുന്നു.
ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ. നമ്മുടെ മഹാകവി കുമാരനാശാൻ്റെയും ONV കുറുപ്പിൻ്റെയും അനുസ്മരണം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് മുഖ്യ അതിഥിയായി ലഭിച്ച ശ്രീ ബിജു സന്തോഷ് ബിജു സതീഷ് വളരെ നല്ല ഒരു പ്രസംഗമാണ് കാഴ്ചവെച്ചത്. കാരണം നമ്മളെയാണെന്നവരിൽ ആ ഒരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. എത്ര മനോഹരമായിരുന്നു ആ നിമിഷങ്ങൾ. ഇത്ര മനോഹരമായി നമുക്ക് ആ കാര്യങ്ങളെ ഓർമ്മിപ്പിച്ച ശ്രീ ബിജു സതീഷിനോടുള്ള ആദരവ് എൻ്റെയും നമ്മുടെ ഈ കുടുംബാംഗങ്ങളുടെയും പേരിൽ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഇവിടെ നിന്ന് മുമ്പോട്ട് നോക്കുമ്പോഴാണെന്ന് ഈ ഗുരുദേവനെയാണ് കാണാൻ പറ്റുന്നത്. കാരണം നമ്മൾ അടുത്ത കാലത്താണ് ആ ഫോട്ടോ നമ്മൾ അവിടെ നിന്ന് ബാക്കി വെച്ചത്. ആ ഒരു ഊർജം ആണെന്നറിയില്ല ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്തുന്ന ഓരോ വ്യക്തികളും, അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിക്കേണ്ടായ ശ്രീ ONV കുറുപ്പ് സാറാണെന്നവരിൽ നമ്മൾ പേരിലെത്തി. ഇവിടെ ഉള്ള സമയത്താണ് അദ്ദേഹത്തിനാണെന്നറിയും ഞാൻ പീഠം കിട്ടുന്ന വാർത്തയാണെന്നറിയും അറിയുന്നത്. അങ്ങനെ ഈ പ്രസ്ഥാനത്തിലാണെന്നറിയും ആരൊക്കെ എത്തി വന്ന് പോയിട്ടുണ്ടോ അവർക്ക് പോസിറ്റീവായിട്ടുള്ള ജീവിതത്തിലാണെന്നറിയും ഉയർച്ചകൾ എത്തിയിട്ടുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ ഒരു നിയോഗമാണ്. കാരണം ഗുരുദേവൻ്റെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ നമ്മുടെ ഈ വേദിയിൽ വരികയും ഇവിടെ സംസാരിക്കുകയും ഇവിടെ നിന്നാണെന്നറിയില്ല ആ ഒരു അനുഗ്രഹം പെറിക്കൊണ്ട് പോകാൻ സാധിക്കും. അതിനും സാക്ഷിയായി അവസരം ലഭിച്ച ശ്രീ ബിജു സതീഷും വരും കാലഘട്ടങ്ങളിൽ ജീവിതത്തിൻ്റെ ഉന്നതമായ ലെവലിലെത്തട്ടെ. അതിന് ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഉണ്ടാകും. ഇനി നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. നമ്മുടെ എന്നും നമുക്ക് ഓർക്കാൻ, നമ്മുടെ ഹൃദയത്തിൽ താലോലിക്കാൻ നമുക്കാണെന്നൊരു ഒരുപാട് സൃഷ്ടികൾ നൽകിയ ശ്രീ കുമാരനാശാൻ അത് നമ്മുടെയാണെന്നൊരു സ്വത്താണ്. കാരണം ഒരു കാലഘട്ടത്തിൽ തൊട്ടുകൂടായ്മയുടെയും തീണ്ടക്കൂടായ്മയുടെയും ദൃഷ്ടിയിൽ പെട്ടാലും അശുദ്ധിയുള്ളവരായി കണ്ട ഒരു കാലഘട്ടത്തിൽ, കാരണം സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി നമ്മളും ഈ സൃഷ്ടികളെല്ലാമാണെന്നവരെയില്ല, സൃഷ്ടികൾക്ക് യാതൊരു വ്യത്യാസവുമില്ല അല്ലേ. അപ്പം മനുഷ്യൻ സൃഷ്ടിച്ച കാര്യങ്ങളാണ്, അവരാണെന്നതിനെ രൂപപ്പെടുത്തിയ കാര്യങ്ങളാണ് ചില ആൾക്കാരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വീണപൂവ്, നളിനി, ചണ്ടാലി വൃക്ഷകി തുടങ്ങിയവയാണ്. അതുപോലെ തന്നെ നമുക്ക് ONV കുറുപ്പും അദ്ദേഹമാണെന്നറിയില്ല മലയാള സാഹിത്യത്തിന് വേണ്ടി ഒട്ടനവധി സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിനെയും ഈ സമിതിയിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഇവിടെ കുഞ്ഞുങ്ങൾക്കാണെന്നവരില്ല ഈ എഴുതാൻ, അദ്ദേഹത്തിൻ്റെ കൈപിടിച്ചെഴുതാൻ അവസരങ്ങൾ നമുക്കാണെന്ന ഈ സമിതി ഉള്ളതുകൊണ്ട് നമുക്ക് സാധിച്ചു. അതിലൊക്കെ നമ്മൾ അഭിമാനം കൊള്ളുകയാണ്. അങ്ങനെ നല്ല നല്ല വ്യക്തിത്വങ്ങളെ നമ്മുടെ മലയാള ഭൂമി വളർത്തിക്കൊണ്ടുവന്ന് നിലനിർത്തിക്കൊണ്ടുവന്ന് എന്നും അവരെ ഓർമ്മിപ്പിക്കാൻ സാധിച്ചത് നമുക്കാണെന്നതിൽ എന്നും സന്തോഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിൽ നമുക്കാണെന്നതിൽ അഭിമാനം കൊള്ളാം. അപ്പോൾ ഈ രണ്ടുപേരുടെയും അനുസ്മരണ ഈ ദിനത്തിൽ അവരെ പറ്റി കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുവാനും അതോടൊപ്പം തന്നെ അവരുടെ സൃഷ്ടികളാണെന്നതിൽ നമ്മളിലേക്ക് എത്തിക്കുവാനും ഇവിടെ ഒരുപാട് ആൾക്കാരാണെന്നവരില്ല വരുന്നുണ്ട്. അവർക്ക് വേണ്ടി അവസരം നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. താങ്ക് യു. നന്ദി ശ്രീ പ്രകാശ് KP. അടുത്തതായി 2 വാക്ക് സംസാരിക്കുന്നതിനായി SNCS ട്രഷറർ ശ്രീ കൃഷ്ണകുമാർ VK ക്ഷണിക്കുന്നു. പ്രിയ SNCS കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ബിജു ചന്ദ്രൻ, നമ്മുടെ ഇന്നത്തെ വിശിഷ്ട വ്യക്തിയും മലയാളം പാഠശാല ബഹ്റൈൻ ചാപ്റ്റർ സെക്രട്ടറിയും അതിലേക്ക് ഉപരി ബഹ്റൈൻ സമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ കലാപരമായ സൃഷ്ടികളും
സാഹിത്യപരമായും കാവ്യപരമായുമുള്ള ഏവർക്കും അറിയാവുന്ന ഒരു പ്രമുഖ വ്യക്തിത്വത്തിനുടമ കൂടിയാണ് ശ്രീ ബിജു സതീഷ്. ഇന്ന് ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച ശ്രീ രാജേഷ് എൻ, ഈ യോഗത്തിൻ്റെ ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റി സാഹിത്യവേദി കൺവീനർ ശ്രീ ജയചന്ദ്രൻ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, വളരെ വിശദമായി ബിജു മാഷ് കുമാരനാശാനെ കുറിച്ചും ONV കുറിച്ചും ഇവിടെ ഒരു നല്ല പ്രഭാഷണം നടത്തുകയുണ്ടായി. എന്നിരുന്നാലും മഹാകാവ്യം എഴുതാതെ മഹാകവിയായ ശ്രീ കുമാരനാശാൻ, ശ്രീ കുമാരനാശാനെ കുറിച്ച് പറയുകയാണെങ്കിൽ SNDP യോഗത്തിൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറി പദം അലങ്കരിച്ച ഒരാൾ കൂടിയാണ്. അതിലുപരി ശ്രീനാരായണ ഗുരുദേവൻ്റെ ഉറ്റ ശിഷ്യനും കൂടിയായിരുന്നു. കുമാരനാശാൻ്റെ സൃഷ്ടികൾ കേരള ജനതയ്ക്ക് മാത്രമല്ല ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ അർത്ഥസമ്പുഷ്ടവും വർണ്ണനകൾക്കതീതവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാവ്യ സൃഷ്ടികൾ. അതുപോലെ തന്നെ മലയാളത്തിൻ്റെ അനുഗ്രഹീതനായ കവിയായിരുന്നു ONV കുറുപ്പ്. അദ്ദേഹത്തെ ഞാൻ ഓർക്കുന്നത്, എനിക്ക് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്നത്, അദ്ദേഹം ആദ്യമായി SNCസിൻ്റെ കുട്ടികൾക്ക് വിദ്യാരംഭത്തിന് ഇവിടെ എത്തിയ ആ ഒരു ചടങ്ങാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അതിന് തൊട്ട് പിന്നാലെ അദ്ദേഹത്തിന് ജ്ഞാനപീഠം പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഈ രണ്ട് മഹാവ്യക്തികളുടെ ഈ ഒരു അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. തുടർന്നും ഈ രണ്ട് മഹത്വ്യക്തികളെക്കുറിച്ചുള്ള അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന ശ്രീ സുരേഷ് മാഷ്, ശ്രീ MD വിനോദ്കുമാർ, ശ്രീമതി രാജൻ, അതുപോലെ തന്നെ ഇവിടെ കാവ്യാലാപനം നടത്താൻ പോകുന്ന കുട്ടികൾ, ഇവർക്കെല്ലാവർക്കും ഒരു നല്ല ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ എളിയ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി. നന്ദി ശ്രീ കൃഷ്ണകുമാർ. അടുത്തതായി കുമാരനാശാൻ അനുസ്മരണ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. SNCS സ്പീക്കേഴ്സ് ഫോറത്തിൻ്റെ ഭാവി വാഗ്ദാനമായ ശ്രീമതി രാജേഷ്. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. കുമാരനാശാൻ്റെയും ONVയുടെയും അനുസ്മരണ യോഗമായ ഒരു വട്ടം കൂടി എന്ന പരിപാടിയിലേക്ക് അനുസ്മരണ യോഗം എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുറച്ച് കാവ്യത്തിലെ കുറച്ച് വരികളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എഴുത്തച്ഛന് ശേഷം മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കവിയാണ് കുമാരനാശാൻ. സ്നേഹഗായകനായും ആശയഗംഭീരനായും ജോസഫ് മുണ്ടശ്ശേരിയുടെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രമായി അറിയപ്പെടുന്ന കുമാരനാശാൻ
മലയാള കാവ്യത്തിന് ഒരുപാട് അനുമാനങ്ങളും നവ്യാനുഭൂതിയും നൽകിയ കുമാരനാശാൻ 1873 ഏപ്രിൽ 12 തിരുവനന്തപുരം ജില്ലയിൽ കായിക്കര ഗ്രാമപ്രദേശത്താണ് അദ്ദേഹത്തിൻ്റെ ജനനം. പഠിക്കാൻ മിടുക്കനായെങ്കിലും വീട്ടിലെ സാമ്പത്തിക സ്ഥിതി അദ്ദേഹത്തിന് പഠിക്കാൻ സാധിച്ചില്ല. ശ്രീനാരായണ ഗുരുവുമായുള്ള ആത്മബന്ധമാണ് അദ്ദേഹത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്തത്. ശ്രീനാരായണ ഗുരു ബാംഗ്ലൂർ, മദ്രാസ് എന്നിവിടങ്ങളിൽ അദ്ദേഹത്തെ പറഞ്ഞയക്കുകയും സംസ്കൃതം, ഇംഗ്ലീഷ് എന്നിവയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു. ഞാൻ ഒരുപാട് എഴുതിക്കൊണ്ടുവന്നുണ്ട്, പക്ഷെ എനിക്ക് ശരിക്കും പറയാൻ പറ്റുന്നില്ല, അതാണ് സത്യം. അദ്ദേഹത്തിൻ്റെ ആദ്യ കവിതയായ വീണപ്പൂവ്. ഹാ പുഷ്പമേ, അധിക തുങ്കപദത്തിലെത്ര ശോഭിച്ചിരിക്കുന്നതോ രാജ്ഞി കണക്കയെ നീ. ശ്രീഭൂവിലസ്ഥിര സംശയം ഇന്നു നിന്റെ യാഭൂതിയിങ്ങ് പുനരിങ്ങ് കിടപ്പിതോർത്താൽ. ശ്രീനാരായണ ഗുരു വിഷൂചിക അസുഖം പിടിപെട്ട് കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഭാവനയിൽ വന്ന ഒരു കവിതയാണ് വീണപ്പൂവ്. ഇത് മലയാള സാഹിത്യത്തിന് വലിയൊരു അനുഭൂതിയെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വേറെ കവിതയായ ചണ്ടാലഭിഷുകിയും കരുണയും ബുദ്ധമതവിശ്വാസങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം നമുക്ക് കാണാൻ സാധിക്കും. കരുണയിലെ വാസവദത്തെയും ചണ്ടാലഭിഷുകിയിലെ മാതങ്കിയും നമുക്ക് നല്ലൊരു ഉദാഹരണങ്ങൾ തന്നെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം കുമാരനാശാൻ്റെ കരുണയാണ്. വേശ്യസ്ത്രീയായ വാസവദത്തയ്ക്ക് ബുദ്ധശിഷ്യനോട് തോന്നുന്ന പ്രണയമാണത്. സമയമായില്ല പോലും എന്ന് പറഞ്ഞുകൊണ്ട് സമയമായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് തവണ വാസവദത്ത ക്ഷണിക്കുകയുണ്ടായി. അപ്പോൾ ബുദ്ധസന്യാസി സമയമായില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരെ തിരിച്ചയക്കുകയാണ് ഉണ്ടാവുന്നത്. പിന്നീട് അവർക്ക് ഏതോ ക്രൂരകൃത്യത്തിനകപ്പെട്ട് കയ്യും കാലും ഛേദിക്കപ്പെട്ട് അവർ ശ്മശാനത്തിൽ കിടക്കുമ്പോൾ ഉപഗുപ്തൻ അവിടേക്ക് വരികയും അവർക്ക് ബുദ്ധ മതങ്ങൾ ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് വാസവദത്തയുടെ മരണം. അതുപോലെ തന്നെയാണ് നളിനിയും ലീലയും. നളിനിയിലും ലീലയിലും സ്നേഹബന്ധമാണ് കാണിക്കുന്നത്. ദക്ഷിണേന്ത്യൻ പ്രദേശമായി ബന്ധപ്പെട്ടാണ് നളിനിയെങ്കിൽ ലീല വിന്ധ്യാപർവ്വതത്തിൽ രേവ നദിയുമായുള്ള ഭാഗമാണ് ഈ കവിതയിൽ പറയുന്നത്. നളിനിയിലും ലീലയിലും ഒരുപാട് സാമ്യതകൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് ഗർഭിണിയായ സീത, ചിന്താവിഷ്ടയായ സീതയിൽ നമുക്ക് കാണുന്നത് സ്ത്രീത്വത്തിൻ്റെ മുന്നേറ്റം തന്നെയാണ്. അതിൽ സീത ലവനും കുശനും രാജസൂയത്തിന് വേണ്ടി ശ്രീരാം അയോധ്യയിലേക്ക് പോകുമ്പോൾ അവിടെ ഒറ്റയ്ക്കിരുന്ന ആലോചനയാണ് സീതയിലേക്ക് വരുന്നത്. സ്ത്രീയുടെ മുന്നേറ്റം തന്നെയാണ് ഈ രണ്ട് കവിതയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാന ആത്മാഗുരുവും AR രാജരാജവർമ്മയുടെ നിര്യാണവുമായി ബന്ധപ്പെട്ടാണ് പ്രരോദനം എന്ന കവിത നമുക്ക് കാണിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ വിലാപകാവ്യമാണ്. ദുരവസ്ഥ, ഏറ്റവും നീണ്ട കാവ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ദുരവസ്ഥ തന്നെയാണ്. അതിൽ മലബാർ ലഹളയുമായി ബന്ധപ്പെട്ട് ഹിന്ദുത്വങ്ങൾക്കെതിരെ എല്ലാവരും ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടോടുന്ന സാവിത്രി അന്തർജനത്തെ നമുക്കതിൽ കാണാൻ സാധിക്കും. 2025 എത്തി നിൽക്കുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കവിതകൾ ഇന്നും നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. വരും തലമുറയ്ക്ക് അദ്ദേഹത്തിൻ്റെ കവിത ഇനിയും പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വളരെ നല്ല രീതിയിൽ അനുസ്മരണ പ്രഭാഷണം നടത്തിയ ശ്രീമതി രാജി രാജേഷിന് അഭിനന്ദനങ്ങൾ. ജാതി കോമരങ്ങൾ പെരുമ്പറ കൊട്ടിയാടിയിരുന്ന ഒരു കാലത്ത് നിന്നുകൊണ്ടാണ് ആശാൻ ചണ്ടാലഭിഷുകി എന്ന കവിത എഴുതുന്നത്. ചണ്ടാലഭിഷുകി എന്ന കവിത ഇവിടെ ആലപിക്കുന്നതിനായി SNCSന്റെ സീനിയർ അംഗമായ ശ്രീ ശിവരാജ് KP ക്ഷണിക്കുന്നു.
ഞാൻ ശിവരാജൻ കെ. കുമാരനാശാൻ്റെ ചണ്ടാലഭിക്ഷുകി എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാനിവിടെ ചൊല്ലുന്നത്. തെറ്റുകൾ സദയം ക്ഷമിക്കുമല്ലോ. ചണ്ടാലഭിക്ഷുകി. തൂമവേടും തൻ പാളാക്കിണറ്റിലിട്ടോമൽ കയ്യാൽ കയറു വലിച്ചുടൻ കോമളാങ്കി നീ കോരി നിന്നിടിനാൽ ശ്രീമാനാം പിച്ചു അങ്ങു ചെന്നെത്തിച്ചാൽ ദാഹിക്കുന്നു ഭഗീനി കൃപാരസ മോഹനം കുളിർക്ക തണ്ണീരിതാശു നീ ഓമലെ തരുതല്ലെന്നതു കേട്ടോ രാമനോഹരി അമ്പരന്നോതിനാൾ അല്ലലെന്തു കഥ ഇതു കഷ്ടമേ അല്ലലാലങ്ങു ജാതി മറന്നിതോ നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി യാചമിക്കുമോ ചെല്ലഴു ഹരിമാർ കോപമേളരുതേ ജലം തന്നാലും പാപമുണ്ടാം ഇവൾ ഒരു ചണ്ടാലി ഗ്രാമത്തിൻ പുറത്തങ്ങു വസിക്കുന്ന ചാമർനായകൻ തൻ്റെ കിടാത്തി ഞാൻ ഓതിനാൻ പിഴുവേറ്റം വിലക്ഷനായി ജാതി ചോദിക്കുന്നില്ല സോദരി ചോദിക്കുന്നു നീർനാവു വരണ്ടപ്പോ ഭീതി വേണ്ട തനിക്കു നീ എന്നുടനെ കരകുടം നീട്ടിനാൻ ചെന്നളീന മനോഹരം സുന്ദരൻ പിന്നെ തർക്കം പറഞ്ഞില്ല ഓമലാൾ തന്നെയാണവൾ കല്ലല്ലിരുമ്പല്ല കറ്റകാർ കൂന്തൽ മൂടിത്തല വഴി മുറ്റുമാസ്യം മറഞ്ഞു കിടക്കുന്ന ചാരുസാരി ഒതുക്കിച്ചെറുചിരി ചോരും ചോരിവാറ്റു വിടത്തവൾ പാരം വിസ്മയ മാറും വിസ്ഫാരിത താരയായി തെല്ലു നിന്നു മൈക്കണ്ണിയാൽ ചോരചന്തളി രഞ്ചും അരുണാംശു പൂരത്താൽ മേരി മൂടി പുലർച്ചയിൽ വണ്ടിനെ ചെന്നു മുട്ടി വിടർന്ന ചെന്തണ്ട അരലലി കാട്ടി നിൽക്കും പോലെ പിന്നെ കൈത്താർ വിറയ്ക്കയാൽ പാഴലിൽ ചിന്നി നിന്നു തുളുമ്പി മനോജ്ഞമായി മദ്യം പൊട്ടി നുടുങ്ങി വിലാസുന്ന ശുദ്ധ കണ്ണാടി കാന്തി ചിതറും നീർ ആർത്തിയാൽ പിച്ചു നീട്ടിയ കൈപ്പുവിൽ വാർത്തു നിന്നിതേ മെല്ലെ കുരിഞ്ഞവൾ പുണ്യശാലിനി നീ പകർന്നിടുവി തണ്ണീർ തന്നെ ഓരോരോ തുള്ളിയും അന്തമറ്റ സുഹൃതഹാരങ്ങൾ നീ അന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം പുണ്യശാലിനി നീ പകർന്നിടുവി തണ്ണീർ തന്നെ ഓരോരോ തുള്ളിയും അന്തമറ്റ സുഹൃതഹാരങ്ങൾ നീ അന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ ശിവരാജൻ കെ പി. മനുഷ്യത്വത്തിന്റെ അടിത്തട്ടിലെ മാലിന്യങ്ങൾ നീക്കാൻ ആശാൻ ആയുധമായി സ്വീകരിച്ചത് സ്നേഹമായിരുന്നു. മാംസനിബദ്ധമല്ല രാഗം എന്ന് പറഞ്ഞ ആശാന്റെ പ്രണയകാവ്യങ്ങൾ ഒന്നും കേവല ശരീരപ്രണയമായിരുന്നില്ല. വാസവദത്ത എന്ന സുന്ദരിയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന കരുണ എന്ന കവിതയിലെ ഭാഗം ഇവിടെ ആലപിക്കുന്നതിനായി SNCSന്റെ കൊച്ചു കലാകാരി കുമാരി ജ്വാല ജയനെ ക്ഷണിക്കുന്നു. ഏവർക്കും നമസ്കാരം. മഹാകവി കുമാരനാശാന്റെ കരുണ എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാനിവിടെ ആലപിക്കുന്നത്. അനുപമ കൃപാനിധി അഖില ബാന്ധവൻ ശാക്യജീനദേവൻ ധർമ്മരശ്മി ചോരിയും നാളിൽ അനുപമ കൃപാനിധി അഖില ബാന്ധവൻ ശാക്യജീനദേവൻ ധർമ്മരശ്മി ചോരിയും
കാളിമ കാളുന്ന ബസ് ഉമ്മ വയ്ക്കും പെൺമാനുഞ്ഞ മാളികയൊന്നിൻ്റെ തെക്കേ മലമുറ്റത്തിൽ കാളിമ കാളുന്ന ബസ് ഉമ്മ വയ്ക്കും പെൺമാനുഞ്ഞ മാളികയൊന്നിൻ്റെ തെക്കേ മലർമുറ്റത്തിൽ വ്യാളിമുഖം വെച്ചു തീർത്ത വളഞ്ഞ വാതിലാനക താളിരുന്നാൽ കാണും ചേരു മദീനിനുള്ളിൽ ചിന്നിയ പൂങ്കുലകളാം പട്ടുതൊമ്മൽ ചൂഴുമൊരു പൊന്നശോകം വിടർത്തിയ കുട തൻ കീഴിൽ മസൃണശിലാസനത്തിൽ ചെരിഞ്ഞ പാർശ്വത്തിൽ പുഷ്പവിശ്രമാല സുരഭിയ ഉപദാനത്തിൽ മെല്ലെ ഒട്ടു ചാഞ്ഞും വക്കിൽ കസവുമിന്നും പൂവാട തെല്ലഴകോ പരിയൊരു വശത്താക്കിയും കല്ലുളി വീശുന്ന കർണപൂരമാറും വിടരാത്ത മുല്ലമാല മിന്നും കൂന്തൽ കരിവാർമുകിൽ ഒട്ടു കാണുവാറും വക്കിൽ അക്ഷരസ്ഫുടതയോടുകൂടി വളരെ മനോഹരമായി ഗാനം ആലപിച്ച നമ്മുടെ കൊച്ചു കൂട്ടുകാരി കുമാരി ജ്വാലാജന അഭിനന്ദനം. ആശാൻ കുട്ടികൾക്കായി രചിച്ച കവിതകളുടെ സമാഹാരമാണ് പുഷ്പവാടി. അതിലെ പ്രസിദ്ധമായ കവിതയാണ് പൂക്കാലം. ഋതുക്കളുടെ രാജനായ വസന്തത്തിന്റെ വിലാസങ്ങളാണ് പ്രമേയം. പൂക്കാലം കവിത ആലപിക്കുന്നതിനായി ക്ഷണിക്കുന്നു കുമാരി അക്ഷര രാജേഷ്. നമസ്കാരം. മഹാകവി കുമാരനാശാന്റെ പൂക്കാലം. പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോഭം വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പൂവാൽ ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ എല്ലാടവും പുഷ്പഗന്ധം പരത്തി മെല്ലെന്നു തെക്കുന്നു വീശുന്നു വായു ഉല്ലാസമീ നീണ്ട കൂകൂരവത്താൽ എല്ലാവർക്കുമേകുന്നിതേ കോകിലങ്ങൾ കാണുന്നിതാരാവിലെ പൂവു തേടി ക്ഷീണത്വമോരാത്ത തേനീച്ച കാട്ടിൽ പോണേറയുത്സാം ഉൾക്കൊണ്ടിവയ്ക്കെന്തോണം വെളുക്കുന്നു ശസ്സോ ഇതെല്ലാം പാടങ്ങൾ പൊന്നിൻ നിറം പൂണ്ടു നീളേ പാടിപ്പറന്നെത്തി തത്തയെല്ലാം കേടറ്റ നെല്ലിൻ കതിർ കാമ്പു കൊത്തി കൂടാർ നദി കോർത്തു പോകുന്നു വാനിൽ ചന്തം ധരക്കേരയായി ചന്തം ധരക്കേരയായി ശീതവും പോയന്തിക്കു പൂങ്കാവിലാളേറയായി സന്തോഷമേറുന്നു ദേവാലയത്തിൽ
വന്നു വസന്തം. നാഗത്തിൽ നിന്നോ മനെ നിന്നെ വിട്ടി ലോകത്തിനാനന്ദമേകുന്നിരീശൻ. ഈ കൊല്ലമേ നിന്റെ പാദം തൊഴാം ഞാൻ. പോകൊല്ല പോകൊല്ല പൂക്കാലമേ നീ. ഈ കൊല്ലമേ നിന്റെ പാദം തൊഴാം ഞാൻ. പോകൊല്ല പോകൊല്ല പൂക്കാലമേ നീ. പോകൊല്ല പോകൊല്ല പൂക്കാലമേ നീ. നന്ദി. മനോഹരമായി കവിത ആലപിച്ച കുമാരി അക്ഷര രാജേഷിന് അഭിനന്ദനങ്ങൾ. അടുത്തതായി ONV അനുസ്മരണ പ്രഭാഷണവുമായി നമ്മുടെ മുന്നിലെത്തുന്നു ശ്രീ സജിത് SNCSന്റെ സ്പീക്കേഴ്സ് ഫോറത്തിൻ്റെ സജീവ പ്രവർത്തകനായ ശ്രീ സജിത്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ബിജു ചന്ദ്രൻ, ഒരു വട്ടം കൂടി എന്ന കുമാരനാശാൻ ONV കുറുപ്പ് അനുസ്മരണ പരിപാടിയുടെ മുഖ്യ അതിഥി ബിജു M സതീഷ്, ശ്രീ രാജേഷ്, ശ്രീ ജയചന്ദ്രൻ, കൃഷ്ണകുമാർ, സുരേഷ് മാസ്റ്റർ ഉൾപ്പെടെ SNCSൻ്റെ സജീവ പ്രവർത്തകന്മാർ, നേതാക്കന്മാർ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മലയാളത്തിലെ രണ്ട് വലിയ കവികളെ അനുസ്മരിക്കുന്ന ഈ ഒരു വേളയിൽ ഇതുപോലൊരു സദസ്സിലിരുന്നു സംസാരിക്കുവാൻ കഴിയുന്നു എന്നത് വലിയൊരു ജീവിതത്തിലെ ഭാഗ്യമായി കാണുകയാണ്. നമുക്കറിയാം, കുമാരനാശാൻ എന്ന് പറയുന്ന കവിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളിൽ വലിയ സ്വാധീനം, ശ്രീനാരായണ ഗുരുവിൻ്റെ വലിയ സ്വാധീനം കുമാരനാശാൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. കുമാരുവായിരുന്ന കുമാരുവിനെ കുമാരനാശാനായി മാറ്റുന്നതിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. കേരളീയ നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് വലിയ പങ്ക് വഹിച്ചിട്ടുള്ളതാണ് കുമാരനാശാൻ്റെ കൃതികളെല്ലാം. അദ്ദേഹത്തിൻ്റെ കൃതികൾക്കെല്ലാം സാമൂഹ്യ നീതിയിലും കരുണയിലും അഹിംസയിലും സനാതനധർമ്മത്തിലെ വംശീയതയ്ക്ക് ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും ജീവിതഗന്ധിയായ ഒരു മനുഷ്യ ജീവിതത്തിലെ ജീവിതഗന്ധിയായ എല്ലാ വിഷയങ്ങളും ഇതിവൃത്തമായിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. കുമാരനാശാനിൽ നിന്ന് നമ്മൾ ONVയിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം, നേരത്തെ മുഖ്യ അതിഥി പറഞ്ഞതുപോലെ സാഗരങ്ങളെ വിളിച്ചുണർത്താൻ പറഞ്ഞ കവിയാണ് ONV. ഓർമ്മകളെ വലിയ പ്രാധാന്യമുണ്ട് നമ്മുടെ എല്ലാം ജീവിതത്തിൽ നിന്ന് നമ്മളെ പഠിപ്പിച്ച ഒരു കവി കൂടിയാണ് ONV. നമുക്കറിയാം, ഓരോ അനുസ്മരണവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുനർവായനയാണ്. നമ്മൾ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ONVയെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം നമുക്കറിയാം, പ്രവാസികൾ എന്ന രീതിയിൽ വലിയ ഗൃഹാതുരത്വം അനുഭവിക്കുന്ന നമ്മൾക്ക് ONVയുടെ കവിതകളും ഗാനങ്ങളും എല്ലാം വലിയ ഒരു ഊർജം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ONVയെ ഒരു കാലഘട്ടത്തിൻ്റെ സംസ്കാരത്തിൻ്റെ എല്ലാത്തിനുമപ്പുറം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയാണ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ONVയുടെ കവിതകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ജീവിതഗന്ധിയായ മനുഷ്യൻ്റെ ജീവിതാവസ്ഥകളെല്ലാം അദ്ദേഹത്തിൻ്റെ കവിതകളുണ്ട്. വിരഹവും പ്രണയവും പ്രകൃതി സ്നേഹവും എല്ലാം അദ്ദേഹത്തിൻ്റെ കവിതകൾ ഇതിവൃത്തമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹത്തിൻ്റെ 1980-കളിൽ വന്ന ഭൂമിക്കൊരു ചരമഗീതം എന്ന കൃതി നമുക്കറിയാം, അന്ന് വരെ മലയാളിക്ക് പ്രകൃതിയോടുണ്ടായിരുന്ന സമീപനങ്ങളെ അതിനപ്പുറത്തേക്ക് പ്രകൃതി ഒന്നും കൂടി ചേർത്ത് പിടിച്ച് ജീവിക്കുവാൻ സ്വാധീനിക്കുന്ന രീതിയിൽ മലയാളിയെ മാറ്റുവാൻ അദ്ദേഹത്തിൻ്റെ കൃതികൾ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം കറുത്ത പക്ഷി എന്ന് പറയുന്ന കൃതി വായിക്കുമ്പോൾ നമുക്കറിയാം, സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിന് ONV കവിതയിലൂടെ നമ്മൾ ഉണർത്തുന്നുണ്ട്. മരണത്തെ എനിക്കിഷ്ടമല്ല എന്നൊരു വാക്കിലൂടെ ജീവിതത്തെ അത്ര കണ്ട് ഞാൻ സ്നേഹിച്ചിരുന്നു എന്ന് ONV നമ്മളോട് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ അവസ്ഥകളെയും, ജീവിതത്തിൻ്റെ അവസ്ഥകളെല്ലാം കാണുവാനും നമ്മളെ ആർദ്രതയോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിതാവസ്ഥകളെ നേരിടുവാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ONVയുടെ കൃതികളെല്ലാം. മലയാള ഗാനരംഗത്തും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വലിയ പ്രശംസനീയമാണ്, അനന്യമാണ്.
നമുക്കറിയാം 1000-ലധികം സിനിമാ ഗാനങ്ങളാണ് അദ്ദേഹം 1970 മുതൽ മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടം മുതൽ 2011 വരെയുള്ള കാലയളവിൽ അദ്ദേഹം മലയാള സിനിമയ്ക്കായി നൽകിയത്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളുടെ പ്രത്യേകത നമുക്കറിയാം, ലളിതസുന്ദരമായ ഗാനങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് അത് മലയാളികളുടെ മനസ്സിനെ സ്വാധീനിക്കുകയും അത് മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിനിമാ ഗാനങ്ങളുടെ കൂട്ടത്തിൽ ONVയുടെ സിനിമാ ഗാനങ്ങളും ഉൾപ്പെടുന്നത്. എല്ലാ ജീവിത പശ്ചാത്തലങ്ങളെയും അദ്ദേഹത്തിൻ്റെ സിനിമാ ഗാനങ്ങളിലുണ്ട്. നേരത്തെ മുഖ്യാതിഥി GM സതീഷ് പാടിയത് മുതൽ ഇങ്ങെത്തുന്ന മമ്മൂട്ടിയുടെ പഴശ്ശിരാജയിലെ ഗാനം വരെ ഉൾപ്പെടുന്ന വലിയ ഗാനങ്ങൾ നമുക്ക് മലയാളിക്ക് എപ്പോഴും മലയാളി ഉള്ളിടത്തോളം കാലം ഓർക്കാൻ കഴിയുന്ന സിനിമാ ഗാനങ്ങൾ ONVയുടേതായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. ONVയെ വായിക്കുമ്പോൾ നമുക്കറിയാം, ONVയെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ONVയുടെ പാട്ട് പാടുമ്പോൾ ONV നമ്മളിവിടെ ജീവിക്കുകയാണ്. ONVയുടെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി അത് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ നല്ല രീതിയിൽ അനുസ്മരണ പ്രഭാഷണം നടത്തിയ ശ്രീ സജിത്തിന് നന്ദി. തൻ്റെ കുഞ്ഞനുജനെ ഒരു അമ്മയുടെ സ്നേഹവും ലാളനയും നൽകി വളർത്തുന്ന ഒരു ചേച്ചിയെ വരച്ചു കാണിക്കുന്ന ഒരു കവിതയാണ് ONV കുറുപ്പിൻ്റെ കുഞ്ഞേടത്തി. മനസ്സിൽ ഒരു വിങ്ങലായി നിറയുന്ന കുഞ്ഞേടത്തി എന്ന കവിത ആലപിക്കുന്നതിനായി SNCSന്റെ സജീവ സാന്നിധ്യം ശ്രീമതി സന്ധ്യ ബിലോജിനെ ക്ഷണിക്കുന്നു. ONVയുടെ കുഞ്ഞേടത്തി എന്ന് പറഞ്ഞ കവിതയാണ് ഞാൻ ചൊല്ലാൻ പോകുന്നത്. കുഞ്ഞേടത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നേറെ ഇഷ്ടം, കുഞ്ഞേടത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നേറെ ഇഷ്ടം. പൊന്നെ പോലത്തെ നെറ്റിയിലുണ്ടല്ലോ മഞ്ഞൾ വരക്കുറി ചാന്തു പൊട്ടും, ഈറൻ മുടിയിൽ എള്ളെണ്ണ മണം ചില നേരമാ തുമ്പത്തൊരു പൂവും, ഈറൻ മുടിയിൽ എള്ളെണ്ണ മണം ചില നേരമാ തുമ്പത്തൊരു പൂവും. കയ്യിലൊരൊറ്റ കുപ്പിവള മുഖം കണ്ടാൽ കാവിലെ ദേവി തന്നെ, കയ്യിലൊരൊറ്റ കുപ്പിവള മുഖം കണ്ടാൽ കാവിലെ ദേവി തന്നെ. മടിയിലിരുത്തിട്ട് മാറോടു ചേർത്തിട്ട് മണിപണി പോലെ കഥ പറയും, ആനയുടെ മയിലിൻ്റെ ഒട്ടകത്തിൻ്റെ ആരും കേൾക്കാത്ത കഥ പറയും. കുഞ്ഞേടുത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നേറെ ഇഷ്ടം, ഉണ്ണിക്കെന്തിനുമേതെന്നും കുഞ്ഞേടുത്തിയെ കൂട്ടുള്ളൂ, ഉണ്ണിക്കെന്തിനുമേതെന്നും കുഞ്ഞേടുത്തിയെ കൂട്ടുള്ളൂ. കണ്ണിൽ കണ്ടതും കത്തിരിക്കായും ഇതെന്താണെന്നുണ്ണി ചോദിക്കും, കുഞ്ഞേടുത്തി പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ണിക്കത്ഭുതമാഹ്ലാദം. എന്തിനീ പൂക്കൾ വിരിയുന്നു ഉണ്ണിയെ കാണാൻ കൊതിച്ചിട്ട്, എന്തിനീ തുമ്പികൾ പാറുന്നു ഉണ്ണിയെ കാട്ടിക്കൊതിപ്പിക്കാൻ. അണ്ണാർ കണ്ണൻ മണ്ണു ചുമന്നതും കുഞ്ഞിത്തത്ത പയറു വറുത്തതും ആയ പെണ്ണിന്റെ പാൽക്കുടം തൂവി 1000 തുമ്പപ്പൂ മണ്ണിൽ ഉതിർന്നതും, പാവം തെച്ചിക്ക് ചെങ്കണ്ണായതും പൂവൻ കുലച്ചതിൽ പൂന്തേനുതിർന്നതും, കാർമുകിൽ കാവടി തുള്ളിയുറഞ്ഞിട്ടു നീർപെയ്തു താഴെ തളർന്നേ വീണതും, നക്ഷത്രപ്പാടത്ത് കൊയ്ത്തിനാരോ പുത്തൻ പുന്നരി വാളുമായി വന്നതും, പയ്യെ പയ്യെ പകൽ കിളി കൂടുവിട്ടയ്യ വെള്ളിത്തൂവൽ കുടഞ്ഞതും, കാക്കയിരുന്നു ഇരുന്നു വിളിച്ചതും, കാക്കയുടെ കൂട്ടിൽ കൊയിൽ മുട്ടയിട്ടതും, ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ചിട്ടതിൽ ഈച്ച മരിച്ചതും പൂച്ച കുടിച്ചതും, ഉച്ചവെയിലെങ്ങോ വെള്ളം കുടിക്കാൻ പെട്ടെന്നു പോയി തിരികെ വരുന്നതും, കുഞ്ഞേടുത്തി പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ണിക്കത്ഭുതമാഹ്ലാദം. ഒക്കെ തടുത്തു നടന്നു കുഞ്ഞെടുത്തി ഒക്കെയും ഉണ്ണിയെ കാട്ടുന്നു. ഒരു നാളങ്ങനെ പുഴ കണ്ടു കുഞ്ഞു തിരകളതിൻ മാറിലാടുന്നു.
പായുന്നു, പാൽമുലകളതിൻ മാറിലുതിരുന്നു, തിരുതകൃതിയിലെങ്ങോ പായുന്നു. കുടിവച്ച മലയുടെ താഴ്വാരത്തി നടിവച്ചടി വെച്ചു വന്നത്രേ, മക്കൾ വാഴുന്നിടം കാണാൻ കൊച്ചു മക്കളെ കാണാൻ വരികയത്രേ. ഏതാണോ മക്കളെന്ന് ഉണ്ണി ചോദിക്കേ, കുഞ്ഞിയെടുത്തി തന്നുകം പാടുന്നു, തെല്ലിട പോകെ പറയുന്നു, പുഴയ്ക്കെല്ലാരും എല്ലാരും മക്കളാണ്, പുഴയ്ക്കെല്ലാരും എല്ലാരും മക്കളാണ്. നമ്മളും വിസ്മയമാർന്നു, അമ്മയെ വിടർകണ്ണൽ കാണുന്നു, കുഞ്ഞിത്തിരകളെ കയ്യിലെടുത്തിട്ടു ഞാലാട്ടുന്നൊരമ്മ. ഉള്ളം കയ്യും മടക്കു നിവർത്തിട്ട് ഉമ്മ കൊടുത്തിട്ടു ഇരുകുളിർത്തിട്ടുണ്ണി ഉറങ്ങുന്നു, താരാട്ടു പാടുന്ന കുഞ്ഞെടുത്തിയെ പോലെ അമ്മയും ഇങ്ങനെയാണോ? കുഞ്ഞെടുത്തി തൻ കൈയിൽ പിടിച്ചുകൊണ്ടുണ്ണി പുഴയിലിറങ്ങുന്നു. ആ തെളിനിറ്റിലെന്നാദ്യം തൊട്ടപ്പോൾ ഇക്കിളിത്തേൻ കുളിർമയാകെ, ഇത്തിരി കുറുവര വൃത്തങ്ങൾ നീറ്റിൽ പൊട്ടി വിരിയുന്നുമായുന്നു. മീതെ തൊട്ടു തൊടാതെ പറന്നുപോ ഏതോ പക്ഷിയെ കാണുന്നു. താഴെയൊരു തള്ള മീനുന്നതിൻ പിൻപെ താളത്തിൽ തഞ്ചുന്നു. പുഴയിലിറങ്ങുവാൻ മോഹമായുണ്ണിക്ക് പുഴയിൽ നീന്തി കളിക്കണം. പുഴയെ കെട്ടിപ്പിടിച്ചമ്മ കുളിരിൽ മുങ്ങി ഉറങ്ങേണം. കുഞ്ഞെടുത്തി വിലക്കുമ്പോൾ ആ കുഞ്ഞുമിഴികൾ നിറയുന്നു. കൈക്കു പിടിച്ചു കരയ്ക്കു കയറ്റി കൈകാൽ തോത്തിച്ചെടുത്തു നടക്കി, അരുതരുതുണ്ണി എന്നല്ലാതൊന്നും കുരിയാടിയിലെന്ന് കുഞ്ഞെടുത്തി. ഉണ്ണിക്കിനാവിലും പിന്നെ പലകുറി കുഞ്ഞെടുത്തി തൻ കൈക്കു പിടിച്ചു ചെന്നു പുഴയിലെന്നാലും ഇറങ്ങിച്ചെല്ലാനായില്ല ആഴത്തിൽ. ഉണ്ണിക്കെന്നാലും പിണക്കമില്ല, കുഞ്ഞെടുത്തി വെറും പാവം. ആകെ തളർന്നു കിടന്നൊരച്ഛനെ ആരെ താങ്ങുന്നു കുഞ്ഞെടുത്തി. ഓണം വിഷുവിനും ആണ്ടിലിരുകുറി ഓടി വന്നോടിപ്പോം വെല്ലേട്ടൻ. കള്ളനെ പോലെ പതുങ്ങി കടന്നു വന്നുള്ളതു വല്ലതും കഴിച്ചുപോം. രണ്ടാമത്തേട്ടനെ കണ്ടെന്നതാരോടും മിണ്ടരുതെന്നോതും കുഞ്ഞെടുത്തി. ഒറ്റയ്ക്കടുപ്പിൽ തീയോടുന്നു വയ്ക്കുന്നു, ഒക്കെ അറിയുവാനുണ്ണി മാത്രം. ഒറ്റയ്ക്കടുപ്പിൽ തീയൂതുന്നു വയ്ക്കുന്നു, ഒക്കെ അറിയുവാനുണ്ണി മാത്രം. ഒറ്റയ്ക്കിരുന്നു കരയുമ്പോൾ ആ കണ്ണീരൊപ്പുവാനുണ്ടൊരാൾ ഉണ്ണി മാത്രം. ഒറ്റയ്ക്കിരുന്നു കരയുമ്പോൾ ആ കണ്ണീരൊപ്പുവാനുണ്ടൊരാൾ ഉണ്ണി മാത്രം. എന്തേ കുഞ്ഞെടുത്തിട്ടോർക്കാൻ, എന്തേ ഓർത്തു മിഴി നിറയ്ക്കാൻ. ഒന്നും അറിയില്ല ഉണ്ണിക്കെങ്കിലും ഒന്നറിയാം പാവം കുഞ്ഞെടുത്തി. ആ കൈമുറുകെ പിടിച്ചുകൊണ്ട് ആ പുഴ വക്കത്തു ചെന്നു നിൽക്കുമ്പോൾ ആ പുഴയിലിറങ്ങി കുളിക്കുവാൻ ഉണ്ണിക്കു പൂതി വളരുന്നു. അരുതരുതെന്നു വിലക്കുകയല്ലാതെ ഉരിയാടില്ലെന്നും കുഞ്ഞെടുത്തി. എന്നാൽ ഒരു രാത്രി അച്ഛനും ഉണ്ണിയും ഒന്നും അറിയാതെ ഉറങ്ങിടുമ്പോൾ എന്തിനാ പുഴയുടെ ആഴത്തിൽ കുഞ്ഞെടുത്തി ഒറ്റയ്ക്കിറങ്ങിപ്പോയി. എന്തിനാ പുഴയുടെ ആഴത്തിൽ കുഞ്ഞെടുത്തി ഇറങ്ങിപ്പോയി. ഉണ്ണിയെ കൂടാതെ കൂട്ടുവിളിക്കാതെ കുഞ്ഞെടുത്തി ഇറങ്ങിപ്പോയി. അച്ഛൻ കട്ടിലിൽ ഉണരാതെ ഉറങ്ങുന്നു, മുറ്റത്താളുകൾ കൂടുന്നു. ഒന്നും അറിയാതെ ഉണ്ണി വിളിക്കുമ്പോൾ ഒന്നുണ്ട് കാതിൽ കേൾക്കുന്നു. കുഞ്ഞെടുത്തി തൻ കുഞ്ഞി വയറ്റിലൊരുണ്ണി ഉണ്ടായിരുന്നെന്നോ. കുഞ്ഞെടുത്തിയെ തന്നെയാണേ ഉണ്ണിക്കെന്നെന്നുമേറെ ഇഷ്ടം. കുഞ്ഞെടുത്തിയെ തന്നെയാണേ ഉണ്ണിക്കെന്നെന്നുമേറെ ഇഷ്ടം. നല്ല രീതിയിൽ കുഞ്ഞെടുത്തി എന്ന കവിത ആലപിച്ച ശ്രീമതി സന്ധ്യ വിലോചന് അഭിനന്ദനങ്ങൾ. അടുത്തതായി ONV അനുസ്മരണ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു SNCSന്റെ അറിവിൻ്റെ നിറകുടമായ ശ്രീ സുരേഷ് മാഷിനെ.
വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമുക്ക് മുഖ്യാതിഥിയായി ലഭിച്ച ശ്രീ ബിജു സതീഷിനെ കുറിച്ച് ഒരു വാക്ക്. മലയാള സാഹിത്യത്തിൽ അവഗാഹമായ പരിജ്ഞാനവും അനുഭവ സമ്പത്തുമുള്ള ഒരു മഹാവ്യക്തിത്വമാണ് ശ്രീ ബിജു എം സതീഷ്. കേരള സമാജത്തിൽ മലയാളം മിഷൻ്റെ പ്രാദേശിക സെക്രട്ടറിയായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. നമുക്ക് അദ്ദേഹത്തെ ലഭിച്ചതൊരു ഭാഗ്യമായി കരുതുന്നു. മലയാള സാഹിത്യത്തിലെ 2 ഭാസുര നക്ഷത്രങ്ങളായിരുന്നു മഹാകവി കുമാരനാശാനും ശ്രീ ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് എന്ന ONV കുറുപ്പും. അപ്പോൾ ഇതിൽ മുൻ പ്രാസംഗികർ പറഞ്ഞു കഴിഞ്ഞു അവരുടെ ജീവചരിത്രമൊക്കെ. കുമാരനാശാൻ്റെ ഒക്കെ നമ്മളിവിടെ മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു. മഹാകവി കുമാരനാശാൻ്റെ 101ാമത് ചരമവാർഷിക ദിനമാണ് കഴിഞ്ഞു പോയത്. ജനുവരി 16-ാം തീയതിയായിരുന്നു അത്. പിന്നെ 1873 ഏപ്രിൽ 12-ാം തീയതി ചിത്രാ പൗർണമി ദിനത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അന്തരിച്ചത് 1924 ജനുവരി 16-ാം തീയതി റെഡീമർ ബോട്ട് അപകടത്തിൽ. അതുപോലെ ശ്രീ ONV കുറുപ്പ് ജനിച്ചത് 1931 മെയ് 27-ാം തീയതിയായിരുന്നു. അദ്ദേഹം അന്തരിച്ചത് 2016 ഫെബ്രുവരി 13-ന്. കേരളത്തിലെ വിവിധ കോളേജുകളിൽ മലയാളം ലെക്ചററായും മലയാളം പ്രൊഫസറായും അക്ഷര ലോകത്തിൻ്റെ ചക്രവർത്തിയായി വാണ ഒരു മഹാവ്യക്തിത്വമാണ് ശ്രീ ONV കുറുപ്പ്. അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രത്യേകതകൾ എടുത്തു പറയാൻ കഴിയും. 1950 മുതൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ നാടക ഗാനങ്ങളാണ് എന്നെ ഏറ്റവും ആകർഷിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 1947 ഭാരതം സ്വതന്ത്രമാകുമ്പോൾ അന്നത്തെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. പ്രത്യേകിച്ച് കേരളത്തിലെ അവസ്ഥ. പിന്നെ ജന്മിമാരും കുടിയാന്മാരും കാർഷിക സംസ്കാരം കൊടികുത്തി വാണിരുന്നെങ്കിലും സാധാരണക്കാർക്ക് സമൂഹത്തിൻ്റെ ഏറ്റവും താഴ്ന്ന നിലയിലുള്ളവർക്ക് പട്ടിണിയും പരിവട്ടവും ദുഃഖവും തന്നെയായിരുന്നു ഫലം. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ശ്രീ ONV കുറുപ്പ് കുറേയേറെ നാടക ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. അത് KPSCയുടെ നാടകങ്ങളിലൂടെയാണ് സ്വദേശപരമായ സന്ദേശങ്ങൾ നൽകുന്ന ഒരുപാട് നാടകങ്ങൾ അവർ രചിച്ചിട്ടുണ്ടായിരുന്നു. ആ നാടകങ്ങളിലുള്ള ഗാനങ്ങളായിരുന്നു ഞങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. ഞങ്ങൾ 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത് മൊബൈൽ ഫോണില്ല, റേഡിയോ പോലും അപൂർവ വസ്തുവായിരുന്നു. ടേപ്പ് റെക്കോർഡില്ല, കമ്പ്യൂട്ടറില്ല, ഒന്നുമില്ല. അപ്പോൾ അന്ന് നമുക്ക് കേട്ടുകൊണ്ടിരുന്നത് ഈ അപൂർവ വസ്തുവായിട്ടുള്ള റേഡിയോയിലൂടെ KPSCയുടെ നാടക ഗാനങ്ങൾ എന്ന പങ്ക്തിയിലൂടെ കേട്ടു. അതുപോലെ സമ്മേളനങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് മൈക്കിലൂടെ ഗ്രാമഫോൺ റെക്കോർഡിലൂടെ കേട്ടു. അതിലെ മുടിയനായ പുത്രൻ എന്ന നാടകത്തിലെ ഒരു ഗാനമുണ്ട്. തുഞ്ചൻ പറമ്പിലെത്തത്തേ വരൂ പഞ്ചവർണ്ണ കിളിത്തത്തേ, കുഞ്ചന്റെ കച്ചമണികൾ കൊത്തു കൊഞ്ചിക്കുഴഞ്ഞൊരു തത്തേ, വീണ പൂവിൻ കഥ പാടി മണിവീണകൾ മീട്ടിയ തത്തേ, സങ്കല്പ സംഗീത സാമ്രാജ്യം തീർത്ത ചങ്ങം പുഴയുടെ തത്തേ, ഈ കളിത്തട്ടിലിരിക്കാൻ പോരൂ തത്തേ, ഇത്തിരിമേ തത്തേ, തെങ്ങിള നീര് തരാം ഞാൻ കുളിർ തന്നൽ ചാമരം വീശാ. ഇങ്ങനെയാണ് ആ തത്തക്കിളിയെ സംബോധന ചെയ്യുന്നത്. ഇത് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ രാമായണത്തിൽ സകല ശുഭ കുലവിമല തിലകിത കളയപേരെ സാരസ്യ പീയൂഷ സാരസർവസ്വമേ മധുര ദ്രവങ്ങളൊക്കെ കൊടുത്ത് തത്തയെ സന്തോഷിപ്പിക്കുന്ന രീതി, അത് നമുക്ക് ഒരു താരതമ്യം ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ആ പാട്ട് നാടകം ഇവിടെ പാടിയത്. പിന്നെ സർവ്വകല്യാണ നാടകത്തിലൊരു ഗാനമുണ്ടായിരുന്നു. ആ കർഷകരുടെ ഹൃദയത്തുടിപ്പുകളാണ് അതിൽ വരുന്നത്. മാരിവില്ലിൻ തേന്മലരി മാഞ്ഞു പോകയോ മാഞ്ഞു പോകയോ നീളെ
നിൽക്കവേ തേന്മലർത്തുക ഉൾക്കുളിർപ്പാകാൻ നീ വരില്ലിനി നീ വരില്ലിനി. മോഹനം എന്ന രാഗത്തിലായിരുന്നു അത് ചിട്ടപ്പെടുത്തിയത്. അതുപോലെ തന്നെ പിന്നെ വരുന്ന നാടകഗാനങ്ങൾ എല്ലാം കർഷകരുടെ ഹൃദയത്തുടിപ്പ് പ്രകടമാക്കുന്നതാണ്. ഇല്ലിമുളം കാടുകളിൽ നെല്ലലം പാടി വരും തെന്നലേ തെന്നലേ, അല്ലിമലക്കാവുകളിൽ വള്ളികളിൽ ഉയരാടും തെന്നലേ തെന്നലേ, വെയിൽ നിന്ന് വിളയാടും നിഴലില്ല നിലമാണ് നിവരാനും നേരമില്ല തെന്നലേ. അതായത് കർഷകർ കഠിനാധ്വാനം ചെയ്യുന്ന സമയത്ത് തുറന്ന നെൽപ്പാടങ്ങളിൽ ജോലി ചെയ്യുന്ന കർഷക തൊഴിലാളികളുടെ ഹൃദയത്തുടിപ്പാണ് ആ ഗാനങ്ങളിലൂടെ മാധുര്യമേറിയ സ്വരത്തിൽ ലളിത കോമള കാന്ത പദാവലികളാൽ സമന്വയിപ്പിച്ച് ഭാവോജ്വലങ്ങളായ കലോലികളാക്കി മാറ്റാൻ ONV കുറുപ്പ് അദ്ദേഹത്തിന് കിട്ടിയ സരസ്വതി വരപ്രസാദം ഉപയോഗിച്ചത്. പിന്നെ ചെപ്പ് കയ്യിലേക്കണ ചങ്ങാതി നിന്റെ ചെപ്പ് തുറന്ന് കാട്ടൂലേ ഇന്നതെന്താണ് അയ്യന്നല്ല കിങ്ങിനി പൊന്മാല. അതിലും ഇതുമാതിരി തന്നെ ലളിതമായ പദങ്ങൾ എല്ലാവർക്കും മനസ്സിലാകുന്നു. സ്കൂൾ കുട്ടികൾക്ക് 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന നമുക്കൊക്കെ നല്ല രീതിയിൽ മനസ്സിലാകുന്ന കഠിന പദങ്ങളൊന്നുമില്ലാത്ത കവിത, അത് വളരെ ഇഷ്ടമായി. അതുപോലെ തന്നെയാണ് പിന്നീട് വന്നതും വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ പുല്ലാങ്കുഴലൂതും കാറ്റേവാ. അതുപോലെ തന്നെ പള്ളിക്കുടലിനുള്ളിലിരിക്കും പുള്ളിക്കുയിലേ പാടൂ പുള്ളിക്കുയിലേ പാടൂ, മാനം പുത്തതറിഞ്ഞില്ലേ മലമാല ഒരുക്കാൻ പോരൂ മാല ഒരുക്കാൻ പോരൂ, മിന്നുകൾ മിന്നി ഇതായിട്ട് വരുന്ന പാടും. അതിലെല്ലാം ലളിതമായ പദങ്ങളാണ്. KPSC സുലോചന, KS ജോർജ്, കോഴിക്കോട് അബ്ദുൽ ഖാദർ തുടങ്ങിയ മഹാപ്രഭു എന്താ പറയുക അന്ന് വ്യക്തിമുദ്ര പതിപ്പിച്ചവരായിരുന്നു ഈ ഗായകരൊക്കെ. ഇന്ന് നമുക്കുള്ള അവരെ ഓർക്കുന്നത് KPSCയുടെ 50 വർഷങ്ങൾക്ക് 50-60 വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ ഗാനങ്ങൾ നമ്മൾ ഓർക്കുന്നതും അതിലെ ആ ലാളിത്യം കൊണ്ടാണ്. മലയാള ഭാഷ വളരെ ലളിതമായി കൈകാര്യം ചെയ്ത ആ ഭാഷയാണ് നമ്മുടെ അതിലുള്ള ആശയങ്ങളും അത് താഴേക്കിടയിലുള്ള കർഷക തൊഴിലാളികളുടെ ഹൃദയവികാരങ്ങൾ നമ്മിലേക്ക് സന്നിവേശിപ്പിക്കാൻ എത്രമാത്രം പര്യാപ്തമായിരുന്നു നിങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് പിന്നെ ഞങ്ങളൊക്കെ ബഹറിൽ വന്ന കാലത്ത് 1979 ഞാൻ ബഹറിൽ വന്നത്. ആ സമയത്ത് നമ്മൾ ആദ്യം വാങ്ങിക്കുന്ന ശമ്പളം കിട്ടിയാൽ ആദ്യം വാങ്ങിക്കുന്നത് ഓഡിയോ കാസറ്റുകളാണ്. ഓഡിയോ കാസറ്റുകൾ വാങ്ങിച്ചിട്ട് അത് കേട്ടുകൊണ്ടിരുന്നു. KPSCയുടെ നാടകഗാനങ്ങൾ 90 മിനിറ്റിൻ്റെ 15 പാട്ടുകളുണ്ട്. അതിൽ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടുകൊണ്ട്. ആ കാസറ്റുകൾ ഞങ്ങൾ ഇന്നും ഒരു പിന്നെ എന്താ പറയുക വിലമതിക്കാനാവാത്ത നിധി പോലെ ഞാൻ ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ പിന്നെ നാടകഗാനങ്ങൾ വേറെയുമുണ്ട്. പൊന്നരിവാളം വിളിയൽ കണ്ണെറിയുന്നോളെ ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ. അതും ഒരു എന്താ പറയുക ഒരു അഭിനിവേശം എന്തൊക്കെ പറയുന്നത് സൂക്ഷ്മമായി വിശകലനം ചെയ്ത പല പല വികാരങ്ങളും അതിൽ തുടിക്കുന്നതായിട്ട് കാണാൻ പറ്റും. എല്ലാ കാർഷിക സംസ്കാരത്തിലും ഊന്നിയിട്ടുള്ളതാണ്. ഇതുകൂടാതെ ONV കുറുപ്പ് സാഹിത്യ രംഗത്ത് അതായത് മലയാള സിനിമ സംഗീത രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ്. പക്ഷെ അന്ന് ഗവൺമെൻറ് സർവീസിൽ ലെക്ചറായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ബാലമുരളി എന്ന പേരിലായിരുന്നു അദ്ദേഹം കവിതകൾ രചിച്ചത്. 1965 ഇരിമൂവീസ് തങ്കപ്പ് നിർമ്മിച്ച കാട്ടുപൂക്കൾ എന്ന ചിത്രത്തിലെ ഗാനം എല്ലാവർക്കും ഇന്നും പ്രിയപ്പെട്ടതാണ്. അറിയാമല്ലോ എന്താണെന്ന്? മാണിക്യ വീണയുമായ മനസ്സിൻ്റെ താമരപ്പൂവിലുണർന്നവളെ പാടുകില്ലേ വീണ മീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. അതുപോലെ തന്നെ അതിൽ ആ പടത്തിൽ തന്നെ കാട്ടുപൂക്കൾ തന്നെ മറ്റൊരു ഗാനമുണ്ട്. അത്തപ്പൂ ചിത്തിരപ്പൂ അക്കരെ ഇക്കരെ പൂക്കാലം മല്ലിപ്പൂ മാലതിപ്പൂ പുത്തൻ പെണ്ണിന് പൂത്താലം ഏതു പൂക്കൂടയിൽ പൂവേണം. ഈ രണ്ട് ഗാനങ്ങളും
കോളേജുകളിലും സ്കൂളുകളിലും സാഹിത്യ സമാജങ്ങളിലൊക്കെ വളരെ സജീവമായി രംഗത്തുണ്ടായിരുന്നതാണ്. പിന്നെ ONV ഗ്രൂപ്പിന് മലയാള ഭാഷയിൽ ലഭിച്ച ഒരു മഹാഭാഗ്യമുണ്ടായിരുന്നു. അതിവിടെയുള്ളവർക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ശ്രീനാരായണീയർക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. മഹാകവി കുമാരനാശാൻ്റെ കരുണ 1923 എഴുതി 24 ജനുവരി 16 ആ റെഡിമർ ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ കയ്യെഴുത്ത് പ്രതി അദ്ദേഹത്തിൻ്റെ കറുത്ത ബാഗിലുണ്ടായിരുന്നു. മരിച്ചതിന് ശേഷം അത് വിറ്റും തിരുത്തുകളോടുകൂടിയുള്ള ആ കൃതിയാണ് പിന്നീട് പ്രസിദ്ധീകരണത്തിന് ഭാനുമതിയമ്മ കൊടുക്കുന്നത്. അതിൽ ആ കുമാരനാശാൻ്റെ കരുണ സിനിമയായി 1966 ഗിരി മൂവീസ് തങ്കപ്പൻ അത് സിനിമയാക്കി. അതിന് ഗാനരചന നിർവഹിക്കാൻ മഹാഭാഗ്യം സിദ്ധിച്ചത് ONV കുറുപ്പിനായിരുന്നു. മഹാകവി കുമാരനാശാൻ്റെ ഔചിത്യമേറിയ വരികൾ ഓരോ ഭാഗത്തെയും ആ ഔചിത്യം, ആ ഔന്നത്യം, കാവ്യഭംഗി ഒട്ടും ചോർന്നു പോകാതെ നിലനിർത്തുന്നതിൽ ONV കുറുപ്പ് അതീവ ശ്രദ്ധാലുവായിരുന്നു എന്ന് അതിലൂടെ കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് വാസവദത്തയുടെ സൗന്ദര്യം നമ്മുടെ ഇവിടെയുള്ള പിഞ്ചു ബാലിക ജ്വാല ചൊല്ലിക്കെട്ടു അല്ലേ, മസൃണശിലാസനത്തിൽ ചരിഞ്ഞ പാഷത്തിൽ പുഷ്പവിശ്രമയ സുരഭിയാം ഉപദാനത്തിൽ മെല്ലയൊട്ടു ചാഞ്ഞുമ്പക്കിൽ കസവുമിന്നും പൂവാടകൾ തെല്ലളവോ വലിയൊരു വശത്താക്കിയും. പിന്നെ ലോലമോഹനമാം തങ്ക പങ്കജത്തെ വില്ലും വലം കാലിടത്ത് തുടക്കാമ്പിൽ കയറ്റി വെച്ചും രാമച്ചവിശറി പനിനീരിൽ മുക്കി തോഴിയെ കൊണ്ടോമൽ കൈവളകിലുങ്ങി ഒട്ടുവീശിച്ചും പഞ്ചപാണൻ തൻ്റെ പട്ടം കെട്ടിയ രാജ്ഞി പോലൊരു മഞ്ജുളാങ്കിയിരിക്കുന്നു മതിമോഹിനി. നദോന്നത വൃത്തത്തിലാണ് അത് രചിച്ചത്. അതിന് ONV കുറിപ്പ് രചിച്ച എന്താണെന്നറിയാം, വാസ്തവത്തിൽ സൗന്ദര്യം വർണ്ണിക്കാൻ വേണ്ടി. വാ തിങ്കൾ തോണിയേറി വാസുന്ദരാവിൽ വന്ന ലാവണ്യ ദേവതയല്ലേ നീ വിശ്വലാവണ്യ ദേവതയല്ലേ. അതിനടുത്ത വരിയാണ് അതിലും ഗംഭീരം. നീലമേഘങ്ങൾ നിന്റെ പീലിപ്പൂ മൂടി കണ്ട നീർമണി കാഴ്ച വെച്ച് തൊഴുതു പോകും നിൻ തിരുനെറ്റി കണ്ടാൽ കസ്തൂരി കുറി കണ്ടാൽ പഞ്ചമി തിങ്കൾ നണി ചുളിച്ചു പോകും. ആ വർണ്ണനയുടെ ഔന്നത്യം നോക്കണം മേലെ അവിടെ. അതുപോലെ തന്നെ വാസവദത്ത തൻ്റെ അരികിൽ വരാത്തത് എന്താണെന്ന് തോഴിയോട് വീണ്ടും വീണ്ടും ചോദിക്കുന്നു. ആ വെളിയിൽ എന്തിനോ പോയി മടങ്ങി വരും വേറൊരു നളിനാക്ഷി നടന്നിതാ നടയിലായി. അങ്ങനെ ആ മൂന്നാമത്തെ തവണയും ആ ക്ഷണം നിരാകരിച്ചുകൊണ്ട് വാസവദത്തയുടെ അടുത്ത് വന്ന് പറയുന്നു തോഴി, സമയമായില്ലെന്ന് താനിപ്പോഴും സ്വാമിനിയവൻ വിമനസായുരക്കുന്നു വിഷമമെന്നാൽ. അത് കേട്ടുടനെ കയ്യിലുണ്ടായിരുന്ന മലർച്ചെണ്ട് വലിച്ചെറും കുണ്ടിതയായി ഇതു കേട്ടു പുലികം കോട്ടിയും ചെണ്ടു ചുടൻ വലിച്ചെറിഞ്ഞും. സമയമായില്ല പോലും ക്ഷമ എൻ്റെ ഹൃദയത്തിൽ ഒഴിഞ്ഞു തോഴി. വാസവദത്തയുടെ ഔത്സുക്യവും ആകാംക്ഷയും പിന്നെ മറ്റ് പ്രണയഭാവങ്ങളെല്ലാം സ്ഫുരിക്കുന്ന ഒരു ഗാനമാണ്. പി സുശീലയാണ് അത് പാടിയത്. ONV കുറിപ്പ് രചിച്ച് ദേവരാജൻ മാസ്റ്ററാണ് സംഗീതം കൊടുത്തത്. അവരുടെ നല്ല വസന്തകാലത്ത് ആ പാട്ട് സമയമായില്ല പോലെന്നുള്ള ആ വരികൾ അതേമാതിരി തന്നെ നിലനിർത്തിക്കൊണ്ട് ഒരിക്കലും വരില്ലെന്ന് പറഞ്ഞില്ലല്ലോ എന്നാൽ ഒരിക്കലും വരുന്നതിനൊരുക്കമില്ലേ, അനുരാഗ പരീക്ഷയോ പരിഹാസമോ എൻ്റെ അനുരാഗം ദേവനിന്നും അറിഞ്ഞില്ലെന്നോ തോഴി പറഞ്ഞില്ലേ നീ. അടുത്ത വരിയില് മധുകൊണ്ട് മതി വന്ന ശലഭമുണ്ടോ, പുത്തൻ മധു കണ്ടാൽ കൊതിക്കാത്ത ഹൃദയമുണ്ടോ, ഒരു കോടി വരാഹനും കിടനിൽക്കില്ല ഒന്നാവിധി മാറി തല ചായ്ക്കാൻ കൊതിച്ചു പോയി ഞാൻ തോഴി കൊതിച്ചു പോയി ഞാൻ. പിന്നെ മധുകൊണ്ട് മലരമ്പൻ മാമുനിയായി നടിക്കയാണു എൻ്റെ മനസ്സുകൊണ്ട് എത്ര കാലം കളിപ്പന്താടും.
അനുരാഗപാനപത്രം ഒഴിയുമ്പേ എൻ്റെ മണിയറയിൽ എന്നാഥൻ വരികയില്ലേ, തോഴി വരികയില്ലേ. ഈ 12 വരികളിലുള്ള വികാരങ്ങൾ നമ്മൾ സൂക്ഷ്മമായി അനാലിസിസ് ചെയ്യണം. അതുപോലെ ഈ ഉപഭക്തൻ എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് വരാത്തത്, എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് തോഴിയോട് ചോദിക്കുന്നതാണ്. എന്തിനി ചിലങ്കകൾ, എന്തിനി കൈവളകൾ, എൻ പ്രിയനരികിൽ വരില്ല എങ്കിൽ. പിന്നെ വാസന്ത പുഷ്പങ്ങളിൽ വണ്ടുകൾ മയങ്ങുമ്പോൾ വാസര സ്വപ്നമുന്നിൽ മുഴുകിപ്പോയി ഞാൻ. വാസന തൈലം പൂശി വാർമൊഴി കോതി വെക്കാൻ വാലിട്ട് കണ്ണെഴുതാ മറന്നുപോയി ഞാൻ. ആഹാ മറന്നുപോയി ഞാൻ. അതിന് നിരാശബോധം. പിന്നെ ബാലമുരളി എന്ന പേരിൽ അദ്ദേഹം കൃതികൾ രചിച്ചു എന്ന് പറഞ്ഞു. സിനിമാ ഗാനങ്ങൾ കുമാരസംഭവത്തിലെ 4 ഗാനങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ. ഇപ്പോൾ തിങ്കൾക്കല പൊട്ടുതൊട്ട ഹിമവൽ ശൈലാഗ്ര ശൃംഗത്തിൽ ശാർദൂല വിക്രീഡിതം എന്ന വൃത്തത്തിൽ നാം പഠിച്ചിട്ടുള്ളതാണ് സ്കൂളിലത്. അതിൻ്റെ കൂടെയാണ് ONV കുറിപ്പ് രചിച്ചത്. സത്യശിവ സൗന്ദര്യങ്ങൾ തൻ ഭദ്രപീഠശൈലം ശിവശൈലം. പിന്നെ ദേവലോക നർത്തകിമാർക്ക് വേണ്ടി ഒരു പാട്ട് ഉണ്ടായിരുന്നു കമാസ് എന്ന രാഗത്തിൽ. അത് മായാ നടന വിഹാരിണി മാനസമോഹന രൂപിണി മാരവികാര തരംഗിണി മദനനൊരുക്കിയ പൂക്കടി, ഇങ്ങനെ വരുന്നത്. പിന്നെ ശൈലനന്ദിനി നീ ഒരു പൂജ മന്ത്രതരംഗിണിയായി, ഇങ്ങനെ കുറേ ഗാനങ്ങൾ. പിന്നെ മദനോത്സവത്തിലുള്ള ഗാനങ്ങളുണ്ട്. പിന്നെ MT വാസുദേവൻ നായരുടെ അക്ഷരങ്ങളിലുണ്ട്. കറുത്ത തോണിക്കാര ജീവിതത്തിന് ഭാവി എന്താണെന്നറിയില്ല, ഞാൻ ഇനിയും വരും, ഇതുവഴി വരും, വിരാമതിലകം ചേർത്തരുതാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ. അങ്ങനെ കുറേ ഉണ്ട്, പറഞ്ഞാൽ തീരാത്ത ഒരു 2-3 മണിക്കൂറിൽ പറഞ്ഞാൽ ഉള്ളതാണ് ONVയുടെയും കുമാരനാശാന്റെയും കൃതികൾ. അപ്പോൾ കരുണ ഇവിടെ ലൈബ്രറിയിൽ ഉണ്ടെന്ന് തോന്നുന്നു, അതൊന്ന് എടുത്ത് വായിക്കുക. അത് വായിച്ചു കഴിഞ്ഞാൽ ആൾക്ക് കുറ്റകൃത്യം ചെയ്യുന്നതിന് നിങ്ങൾക്ക് തന്നെത്താൻ നിങ്ങൾ സ്വയം പിന്തിരിയും. അപ്പോൾ സമയം അതിക്രമിക്കുന്നത് കൊണ്ട് കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇതിൽ നിന്ന് വിരമിക്കുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഒന്നുകൂടി നമസ്കാരം പറയുന്നു. നന്ദി. മലയാള ഭാഷയുടെ സൗന്ദര്യം ആവോളം പകർന്നു നൽകിയ, ഒരിക്കലും ആർക്കും പകരമാകാൻ കഴിയാത്ത കവിതാ പ്രതിഭാസങ്ങളായ കുമാരനാശാന്റെയും ONVയുടെയും അനുസ്മരണ പ്രഭാഷണം ഇവിടെ നടത്തിയ ശ്രീ സുരേഷ് PPക്ക് നന്ദി അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ മുഖ്യാതിഥിക്ക് തിരികെ പോകേണ്ടതായിട്ടുണ്ട്. അതിനാൽ അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി എല്ലാവരുടെയും പേര് നന്ദി അറിയിച്ചു. നമ്മുടെ കൊച്ചു കൂട്ടുകാരി ജ്വാലയ്ക്ക് ഒരു അവസരം കൂടി നമുക്ക് നൽകാം. കരുണ എന്ന കവിതയുമായി കുമാരി ജ്വാലാജി. ഏവർക്കും നമസ്കാരം. മഹാകവി കുമാരനാശാന്റെ കരുണ എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാനിവിടെ ആലപിക്കുന്നത്. അനുപമ കൃപാനിധി അഖില ബാന്ധവൻ ശാക്യജീനദേവൻ ധർമ്മരശ്മി ചൊരിയും നാളിൽ. അനുപമ കൃപാനിധി അഖില ബാന്ധവൻ ശാക്യജീനദേവൻ ധർമ്മരശ്മി ചൊരിയും നാളിൽ
തെല്ലഴകോ താടിയൊരു വശത്താക്കിയും കല്ലൊളി വീശുന്ന കർണപൂരമാർന്നും വീടരാത്ത മുല്ലമാല മിന്നും കൂന്തൽ കരിവാർമുകിൽ ഒട്ടു കാണുമാറും അതിനടിയിൽ തൻ മൃഗമാല പൊട്ടിയെന്ന മുഖചന്ദ്രൻ സ്ഫുരിക്കുമാറും ലോലമോഹനമായി തങ്ക പങ്കജത്തെ വെല്ലും ബലം കാലിടത്തു തുടക്കാമ്പിൽ കയറ്റി വെച്ചും ലോലമോഹനമായി തങ്ക പങ്കജത്തെ വെല്ലും ബലം കാലിടത്തു തുടക്കാമ്പിൽ കയറ്റി വെച്ചും രാമചാഭിഷ